നമ്മുടെ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ M.A. സഹാസ്, ഇത് നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന കീനോട്ട് അഡ്രസ് നടത്തുന്ന ചന്ദനത്തോട് ഷിഹാബുദ്ദീൻ മൗലവി സർ, നമുക്ക് ഇന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ അബ്ദുൽ വാഹിദ് സർ, ശ്രീ മുബാറക് സർ, ശ്രീ ഷിഹാബുദ്ദീൻ സർ, ശ്രീ ഫസലുദ്ദീൻ സർ, ശ്രീ സലീം ഇലപ്പി സർ, ശ്രീ താജുദ്ദീൻ തോപ്പിൽ സർ, ശ്രീ സമീർ മനാനി, ശ്രീ അബ്ദുൽ അസീസ്, നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി സലീന, അതുപോലെ ഔട്ട് ഓഫ് താങ്ക്സ് ചെയ്യുന്ന നമ്മുടെ യൂണിയൻ അഡ്വൈസർ കൂടിയായ മിസ്സിസ് സോമലത, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, അതേപോലെ തന്നെ ടീച്ചിങ് സ്റ്റാഫ്, മറ്റുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ്. ഞാൻ ഈ ജാമ്യ ട്രെയിനിങ് കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ, ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ സ്റ്റാഫുകളോട്, എൻ്റെ കൊളീഗ്സിനോട് പറഞ്ഞിരുന്നു. അന്ന് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് കാരണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ മാനേജ്മെന്റിൽ ഇത് അറിയിച്ചതായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് കമ്മ്യൂണൽ ഹാർമണി പ്രോഗ്രാം ചെയ്യാൻ കഴിയും. മെയിനായിട്ട് കമ്മ്യൂണൽ ഹാർമണി പ്രോഗ്രാമായിട്ട് തന്നെ ഇത് പ്ലാൻ ചെയ്യാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ 25-ാം തീയതി ക്രിസ്മസ് ആയിരുന്നു. ക്രിസ്മസിന് തൊട്ട് മുന്നെയാണ് നമ്മുടെ ഈ ബാച്ച് സ്റ്റുഡൻസിന്റെ എക്സാം കഴിഞ്ഞു. 20-ാം തീയതി വരെ അവർക്ക് എക്സാം ആയിരുന്നു. ലാസ്റ്റ് ഡേ അവർക്ക് എക്സാം ഇല്ലാതിരുന്നുവെങ്കിൽ നമ്മൾ കമ്മ്യൂണൽ ഹാർമണി പ്രോഗ്രാം അന്ന് നമ്മൾ നടത്തിയായിരുന്നു. അതുപോലെ നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷനും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ശബരിമല സീസണുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് കമ്മ്യൂണൽ ഹാർമണി ആക്കിയാലോ എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിച്ചു പോയതാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്കിന്ന് ആശംസകൾ അർപ്പിക്കാനും മുഖ്യപ്രഭാഷണം നടത്താനും വന്ന നമ്മുടെ ട്രസ്റ്റ് മെമ്പേഴ്സിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഈ പ്രോഗ്രാം നടത്തുന്നത്. അവരുടെ ഒരു അഭിപ്രായം കേട്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് നന്ദി പറയണമോ മാപ്പ് പറയണമോ എന്ന് ഞാൻ ആലോചിക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം എല്ലാ വർഷവും ഓഗസ്റ്റ് 20 കമ്മ്യൂണൽ ഹാർമണി ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും അറിയായിരുന്നത്? സദ്ഭാവന ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 20. നോട്ട് ചെയ്ത് വെക്കുക. PSC എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 2024 തീം എന്ന് പറയുന്നത് തന്നെ യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി, എംബ്രേസിംഗ് അവർ ഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോട് കൂടിയായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ മക്കൾ ഇവിടെ ചെയ്ത ആ സ്കിറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് കിട്ടിക്കാണും എന്ന് തന്നെ കരുതുകയാണ്. ഇല്ലേ? നമ്മളെല്ലാവരും ഡിഫറെന്റ് റിലീജിയനിലുള്ളവര്, കാസ്റ്റിലുള്ളവര്, ഒരുപാട് ക്രീഡ്സിലെ, ഒരുപാട് ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡറില്, അതുപോലെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കുട്ടികളാണെങ്കിലും ശരി, നമ്മുടെ കമ്മ്യൂണിറ്റിയെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വെറൈറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വെറൈറ്റിയിൽ നിന്ന് നമുക്കൊരു യൂണിറ്റി ഉണ്ടാക്കാൻ കഴിയണം. ആ ഡിഫറൻസിനെ നമ്മൾ എംബ്രേസ് ചെയ്യാൻ വേണ്ടി കഴിയണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലെ ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാക്കാൻ കഴിയൂ. അത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആകണം. ഇല്ലേ? നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയും സ്നേഹിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും നമുക്ക് കഴിയും. ഇവിടെ ഇപ്പൊ നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ B.Ed കോളേജിലാണ് നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്തത്. B.Ed കോളേജിലെ സ്റ്റുഡൻസിന്റെ പ്രത്യേകത എന്താണ്? വളരെ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ്. എല്ലാവരും ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് ആണ്. നാളെ നിങ്ങൾ ഡിഫറെന്റ് സ്കൂളുകളിൽ പോയി ഡിഫറെന്റ് ടൈപ്പ് ഇതേപോലെ റിലീജിയനിലുള്ള, ക്രീഡ്സിലുള്ള, ഡിഫറെന്റ് കാസ്റ്റിലുള്ള ഒരുപാട് മക്കളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളാണ് സോഷ്യൽ എഞ്ചിനീയേഴ്സ്, നിങ്ങളാണ് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണൽ ഹാർമണിക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തിരിഞ്ഞൊന്ന് നോക്കിയാൽ നമ്മുടെ ചീഫ് ഗസ്റ്റുകൾ ഉൾപ്പെടെ തന്നെ, നിങ്ങളും നമ്മുടെ ഫാക്കൽറ്റിയും നമ്മുടെ സ്റ്റുഡൻസ് ഉൾപ്പെടെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും. എന്താണ് അഭിപ്രായം എന്ന് അറിയണ്ടേ? നമ്മൾ പഠിച്ച സമയത്ത്, നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച സമയത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ നമ്മുടെ ടീച്ചേഴ്സ്? ട്യൂഷൻ സെന്ററിൽ പോയപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഫ്രണ്ട്സിന്റെ ഇടയിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ആർക്കെങ്കിലുമൊക്കെ ആ അനുഭവങ്ങൾ കാണും, ഇല്ലേ? പക്ഷെ ആ അനുഭവം ഇനിയുള്ള നമ്മുടെ
പുതിയ തലമുറയ്ക്കുണ്ടാകരുത്. അതിന് കഴിയുന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾ 50 കുട്ടികൾ ചേർന്ന് നിങ്ങൾ 50 സ്കൂളിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ 25 സ്കൂളിലായിരിക്കും. എനിവേ, ഏത് സ്കൂളിൽ നിങ്ങൾ വർക്ക് ചെയ്താലും നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികളെ ഒരേപോലെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം. അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു കുട്ടിയെയും മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വരരുത്. നമ്മൾ എപ്പോഴും പറയുന്നത് ടീച്ചേഴ്സ് ആർ ഇംപാർഷ്യൽ. നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇംപാർഷ്യൽ ആയിരിക്കണം, നോ സബ്ജക്ടിവിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. മെയിനായിട്ട് പറയുന്നത് സബ്ജക്റ്റീവ് ആകാനേ പാടില്ല. നമ്മളെപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ മുന്നിലുള്ള കുട്ടി ചെയ്യുന്ന വർക്ക് കണ്ടു വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. നമ്മുടെ മുന്നിലുള്ള കുട്ടിയുടെ CCE നോക്കി വേണം നമ്മൾ അവരെ അസസ് ചെയ്യാൻ. ആ രീതിയിൽ വേണം നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. ആ രീതിയിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ സ്ഥാനങ്ങളിലും നിങ്ങൾക്ക് എത്താൻ കഴിയുകയുള്ളൂ. അവിടെയെല്ലാം ഏറ്റവും നല്ലൊരു ടീച്ചറായി നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾ ഓർക്കുക. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ ഇനാഗുറൽ അഡ്രസ് നിർവഹിക്കുന്നത് തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഒരു വാഗ്മി കൂടിയായ ജലാലുദ്ദീൻ ഉസ്താദാണ്. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കലവ സ്കൂളിലിരുന്ന് റിട്ടയർ ചെയ്ത തന്നെ മൗലവിയായ ഷിഹാബുദ്ദീൻ സാറാണ്. പിന്നെ അതുപോലെ ഫെലിസിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രസംഗത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ യൂണിയൻ്റെ ചെയർമാൻ ആയ മിസ്റ്റർ അൽഖയമാണ്. അൽഖയം ഓടി നടന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ സക്സസ് ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. അൽഖയമിനെ നമ്മുടെ ഇന്നത്തെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇൻട്രൊഡക്ടറി സ്പീച്ച് നിർവഹിക്കാൻ എന്ന് ഏറ്റിരുന്ന നമ്മുടെ ആദരണീയനായ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ M.A. സത്താർ സാർ ഇവിടെ എത്തിയിട്ടില്ല. സാർ ഒരു അത്യാവശ്യ യാത്രയിലാണ്. എത്താൻ ചാൻസ് ഉണ്ട്. എങ്കിലും സാറിനെ ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ഈ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇനാഗുറൽ അഡ്രസ് നിർവഹിക്കുന്നത് നമ്മുടെ ട്രസ്റ്റിന്റെ തന്നെ ആദരണീയനായ ചെയർമാൻ നമ്മുടെ മാനേജർ ശ്രീ ജലാലുദ്ദീൻ മൗലവിയാണ്. സാറിനെ ഈ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ ചന്ദനത്തോപ്പ് ഷിഹാബുദ്ദീൻ മൗലവിയാണ്. സാറ് കലവ സ്കൂൾ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തതാണ്. നിങ്ങളുടെ ക്ലാസിന്റെ ഉദ്ഘാടനം സാറാണ് ചെയ്തത്. സാറിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള നല്ലൊരു അധ്യാപകൻ കൂടിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു മുഖ്യ പ്രഭാഷണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സാർ, സാറിനെ ഏറ്റവും ബഹുമാനത്തോടുകൂടി തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്കിന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ശ്രീ അബ്ദുൽ വാഹിദ് സാർ, ട്രസ്റ്റ് വൈസ് ചെയർമാനാണ്. സാറിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സാറിനോടെ റൂമിൽ വെയിറ്റ് ചെയ്യാണ്, താഴെ വെയിറ്റ് ചെയ്യാണ്. സാറിന് മുകളിലോട്ട് സ്റ്റെപ്പ് കയറാൻ കഴിയാത്തൊരു ആരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ സാറിന് വരാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും സാറിൻ്റെ സാന്നിധ്യം നൽകി എന്നുള്ളതിൽ ഏറ്റവും നന്ദി അറിയിച്ചുകൊണ്ടും സാറിനെ ഈ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത് ശ്രീ മുബാറക് സാർ. സാറ് നമ്മുടെ ട്രസ്റ്റിന്റെ തന്നെ ട്രസ്റ്റ് ട്രഷററാണ്. സാറിനെ നമ്മുടെ ഈ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷിഹാബുദ്ദീൻ സാർ, ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറിയാണ്. സാറും ഇവിടെ എത്തിയിട്ടില്ല. എത്രയും നേരത്തെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സാറിനെ ഈ വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഫസലുദ്ദീൻ തോപ്പിൽ സാർ, ട്രസ്റ്റ് മെമ്പറാണ്. സാറിനെയും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മുടെ മറ്റുള്ള ട്രസ്റ്റ് മെമ്പേഴ്സിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ ട്രസ്റ്റ് മെമ്പേഴ്സ് എല്ലാം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ജഗദീശ്വരൻ അതിനുള്ള ഒരു അനുഗ്രഹം നൽകിയത് കൊണ്ട് ജഗദീശ്വരനെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ മറ്റുള്ള ട്രസ്റ്റ് മെമ്പേഴ്സിനെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഫസലുദ്ദീൻ തോപ്പിൽ സാർ, സലീം ജഫ്രി സാർ, താജുദ്ദീൻ തോപ്പിൽ സാർ, സമീർ മന്നാനി സാർ, അബ്ദുൽ അസീസ് സാർ. ഇതിന് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിയായ സലീന ടീച്ചറിനെയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊളീഗ്സിനെയും പ്രിയപ്പെട്ട എൻ്റെ സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ അഡ്വൈസറായ സോമലത ടീച്ചറിനെയും മറ്റുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സിനെ എല്ലാവരെയും ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.
പ്രസംഗത്തിനായി നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ അൽഖയാം സജീവനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ ഡോക്ടർ നസീർ മാം, ലിസ്റ്റിലായിട്ട് വന്നുള്ള ജാമ്യ ട്രെയിൻ കോളേജ് യൂണിയൻ മെമ്പേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് യൂണിയൻ്റെ രണ്ടാമത്തെ പരിപാടിയായ ന്യൂ ഇയർ ക്രിസ്മസ് ആൻഡ് കമ്മ്യൂണൽ ഹാർമണി പ്രോഗ്രാമാണ്. ചരിത്രത്തിലുടനീളം വിവിധ മതങ്ങൾക്കിടയിൽ സ്നേഹവും വാത്സല്യവും ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു ആശയമാണ് ഇന്ത്യയിലെ മതസൗഹാർദ്ദം. ആധുനിക റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന മതസൗഹാർദ്ദത്തെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ ഏതൊരു മതവും തിരഞ്ഞെടുക്കാനും ആചരിക്കാനും ഓരോ പൗരനും അവകാശമുണ്ട്. മുസ്ലിങ്ങളും സിഖുകാരും ഒരുമിച്ച് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിന് ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യയിൽ വിവിധ മത പാരമ്പര്യങ്ങൾ യോജിപ്പിച്ചാണ് ജീവിക്കുന്നത്. മതങ്ങളുടെ ദർശകർ ഇന്ത്യയിലെ മതസൗഹാർദ്ദം ആവശ്യപ്പെടുന്നു. സൽമാൻ ഖാൻ പോലുള്ള ഇന്ത്യയിലെ ജനപ്രിയ സിനിമാ താരങ്ങൾ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഉത്സവങ്ങൾക്ക് തുല്യമാണ്. ദലൈലാമയുടെ അഭിപ്രായത്തിൽ മതസൗഹാർദ്ദത്തിന് ഇന്ത്യ ഒരു മാതൃകയാണ്. കഴിഞ്ഞ 2000-3000 വർഷങ്ങളിൽ ജൈനമതം, ഇസ്ലാം മതം, സിഖ് മതം തുടങ്ങിയ വിവിധ മത പാരമ്പര്യങ്ങൾ ഇവിടെ അഭിവൃദ്ധിപ്പെട്ടു. മതസൗഹാർദ്ദത്തിന്റെ മുഴുവൻ ആശയവും ഇന്ത്യയുടെ ഏറ്റവും മൂല്യവത്തായ രീതിയാണ്. സ്നേഹത്തിന്റെ ഒരേ സന്ദേശമാണ് സഹോദരന്മാരായി പരസ്പരം അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഇനാഗുറൽ അഡ്രസ് ആണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ ട്രസ്റ്റ് ചെയർമാനായ ശ്രീ കെ ജലാലുദ്ദീൻ മൗലവി അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനീയ കോളേജ് പ്രിൻസിപ്പൽ ഷർമിളാമയോട്, ആദരണീയരായ ട്രസ്റ്റ് ടീച്ചേഴ്സ്, സ്നേഹത്തിൻ്റെ ഉറവിടങ്ങളായ ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ, 2024 വർഷം തീരാൻ തുച്ഛമായ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരു സ്ഥാനക്കയറ്റം കിട്ടും. 20 വയസ്സുള്ളവർക്ക് 21 വയസ്സിലേക്കോ, 21 വയസ്സുള്ളവർക്ക് 22 വയസ്സിലേക്കുള്ള ഒരു പ്രവേശനം, അങ്ങനെ എല്ലാവർക്കും ഒരു പ്രൊമോഷൻ കിട്ടുന്ന വലിയ ഒരു സന്ദേശമുള്ള ഒരു ദിവസം. നമ്മുടെ ജാമ്യ ട്രെയിനിങ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം 17ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്തു. അതോടൊപ്പം ഇന്നത്തെ പൊതുപരിപാടി മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അനുഭവമായിട്ടാണ് മനസ്സിലാക്കാനും കാണാനും കേൾക്കാനും കഴിയും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ഒരു സന്തോഷകരമായി മുന്നോട്ട് നീങ്ങാവുന്ന വലിയൊരു ചുവട്
കമ്മ്യൂണിറ്റി എന്ന ഒരു അഡ്രസ്സും എല്ലാ മതങ്ങളെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഐക്യത്തിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന നിലയ്ക്ക് നാം എല്ലാവരും എല്ലാവരും ഒരേ മനസ്സോടെ മുന്നോട്ട് സഞ്ചരിക്കാവുന്ന ഒരു പ്രവണതയും നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ഐക്യമായി മുന്നോട്ട് നീങ്ങാവുന്ന ഒരു സന്ദേശം നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്താ? സൂര്യൻ്റെ പ്രകാശം, നല്ല വെയിൽ, നല്ല ചൂട്, മതം നോക്കിയല്ല ചൂട്, മതം നോക്കിയല്ല പ്രകാശം, മതം നോക്കിയല്ല പ്രകാശത്തിൻ്റെ ചൂട്, സൂര്യൻ്റെ പ്രകാശം ഓരോരുത്തരും ആസ്വദിക്കുന്നത്. എല്ലാവർക്കും ദൈവം അല്ലാഹു തആല നമ്മുടെ ആരുടെയും നിർദ്ദേശമോ ഉപദേശമോ പ്രവർത്തനമോ ഒന്നും കൂടാത്ത രീതിയിൽ യഥാസമയം എല്ലാ ദിവസവും അതിൻ്റെ നിശ്ചിത സമയത്ത് ഉദിക്കുന്നു, നിശ്ചിത സമയത്ത് അസ്തമിക്കുന്നു. അതെല്ലാവർക്കും വേണ്ടിയാണ് അതിൻ്റെ പ്രകാശം. ഇവിടെ ജാതി നോക്കിയല്ല പ്രകാശം കൊടുക്കുന്നത്. ചെറിയൊരു ഭാഗം, കടയ്ക്കൽ ചെല്ലുമ്പോൾ മറ്റൊരു ഭാഗം, തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ മറ്റൊരു ഭാഗം, അങ്ങനെയല്ല. നമ്മുടെ വിദ്യാർത്ഥിനികൾ നമ്മുടെ വയനാട് സംഭവിച്ച ദുരന്തത്തെ സംബന്ധിച്ച് പറയുകയുണ്ട്. ആ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആരെയും നോക്കിയല്ല, എല്ലാവരെയും ആ ദുരന്തം എടുത്തുകൊണ്ട് പോയി. മതം നോക്കി എടുത്തതല്ല. അപ്പോൾ കാലാവസ്ഥ മതം നോക്കി വരുന്നതല്ല. നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള, പല ചിന്തയിലുള്ള, പല നിറങ്ങളുള്ള, പല ആകൃതിയുള്ള, പല സ്വഭാവമുള്ള ആൾക്കാരാണ് വിദ്യാർത്ഥി ഉസ്താദന്മാർ മാനേജ്മെന്റിലിരിക്കുന്നത്. ചിലർ പൊക്കം കൂടുതൽ, ചിലർ പൊക്കം കുറവ്, ചിലർ വെളുത്തവർ, ചിലർ ഇരുനിറക്കാർ, ചിലർ കറുത്തവർ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവർക്കെല്ലാം ഉൾക്കൊള്ളാവുന്ന ഒരു സന്ദേശമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. അതുപോലെ ചന്ദ്രൻ. നമുക്ക് ആർക്കെങ്കിലും ചന്ദ്രന്റെ പ്രകാശം ഇന്ന വിഭാഗക്കാരെ കണ്ടുകൂടാ, ഇന്ന വിഭാഗക്കാരെ ആസ്വദിച്ചുകൂടാ, ഇന്ന വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നൊന്നുമല്ലല്ലോ ആ സൂര്യന്റെ ചന്ദ്രന്റെ സ്ഥിതി. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മുടെ നദിയിലേക്ക് ഇറങ്ങിയാൽ ഇന്ന ആള് നദിയിൽ എന്നെ തുടർന്ന് നദി പറയൂ, ഇന്ന വിഭാഗക്കാർ, ഇന്ന ചിന്താഗതിക്കാർ, അല്ലെങ്കിൽ ഇന്ന വിഭിന്ന വിഭാഗക്കാർ എൻ്റെ നദിയിലിറങ്ങി ഞാൻ ഒഴുകുന്ന വെള്ളത്തിൽ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ ഭൂമിയിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ധാരാളം ജനകീയമായി ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വാക്കിൽ ആസ്പദമാക്കി മുന്നോട്ട് നീങ്ങാവുന്ന ഒരുപാട് പ്രവണതകളും പ്രവൃത്തികളും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും നിലനിൽക്കുന്ന ഹൃദയം, ആ ഹൃദയത്തിൻ്റെ വലുപ്പം അല്പം കൂടുതലാകാം, അല്ലെങ്കിൽ കുറഞ്ഞാകാം. പക്ഷേ സ്വഭാവ രീതികളിലുള്ള വ്യത്യാസങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതികളുണ്ടെങ്കിലും നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, വിദ്യാഭ്യാസമുള്ള, സ്ഥാനമാന നിലവാരമുള്ള, വിവേകമുള്ള, സംസ്കാരമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ഈ സ്ഥാപനം ജാമിയ ട്രെയിനിങ് കോളേജ് എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ മാനേജ്മെൻറ്റ് ഒരു മുസ്ലിം മാനേജ്മെൻറ്റാണ്. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും മുസ്ലിംസ് അല്ല. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും മുസ്ലിംസ് അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോടുകൂടിയല്ല ഈ സ്ഥാപനവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും കൊണ്ട്, എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഉള്ള വിദ്യാഭ്യാസ നിലവാരം നിലനിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അതുപോലെ ഈ സ്ഥാപനം മാത്രമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പ്രദേശങ്ങളും പ്രസ്ഥാനങ്ങളും അങ്ങനെയാണ്. നമുക്ക് വിവരവും വിവേകവും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ചെറുകയിൽ കയറുമ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോർ കണ്ടാൽ അത് ഇന്നായ മെഡിക്കൽ സ്റ്റോർ ആയതുകൊണ്ട് അവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൂടാ എന്നും, അല്ലെങ്കിൽ ഇന്ന കമ്പനി ആയതുകൊണ്ട് അവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ചുകൂടാ എന്നുള്ള ചിന്തയില്ല. എല്ലാവരും, എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും അത് ആ കടയിൽ പോയി, ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ മരുന്ന് വാങ്ങി.
ടാബ്ലറ്റ് വാങ്ങി. അവിടെ മറ്റൊന്നും നോക്കിയിട്ടല്ല, ഒരു ബസ്സിൽ ഒരു യാത്ര ചെയ്യുന്നു. ആ ബസ്സിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ SAV ആകാം, അല്ലെങ്കിൽ RKV ആകാം, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്നാകാം, അല്ലെങ്കിൽ അല്ല അർജുൻ എന്നാകാം, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും അഡ്രസ്സുള്ള ഒരു ബസ്സായിരിക്കും. പക്ഷേ ആ ബസ് ഇന്ന ബസ് രീതിയിലുള്ള ബസ്സായതുകൊണ്ട് ഞാനത് കയറത്തില്ല, ഞാൻ അങ്ങോട്ട് പോകത്തില്ല എന്നുള്ള ചിന്താഗതിയൊന്നും നമ്മുടെ ആർക്കുമേ ഇല്ല. അതുപോലെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ആരും നോക്കിയല്ല, ആ ഹോസ്പിറ്റലിൽ ചികിത്സ മികവായിട്ട് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നമ്മൾ എല്ലാവരും ജാതിമത ഭേദമന്യേ എല്ലാവരും പോകും. ഇപ്പൊ എവിടെയെങ്കിലും ചാറ്റിൽ പോകുന്നത് എല്ലാവരും പോകില്ലേ, നമ്മൾ പോകരുത്. അവിടെ ഒരു പാർട്ടിക്കാരുടേതാണ് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗക്കാരുടേതാണ് എന്നുള്ള ചിന്തയോടുകൂടിയല്ല നമ്മൾ ഈ ഇന്ത്യ രാജ്യത്ത് നീങ്ങുന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വലിയൊരു മനുഷ്യൻ എല്ലാവരും വാഴ്ത്തി പുകഴ്ത്തി പ്രശംസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് മൻമോഹൻ സിംഗ്. സിഖുകാരനാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി നാട് നീങ്ങി ഈ നാട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞു. അപ്പോൾ ഈ ചിത്രയിൽ ഇപ്പോൾ അനുസ്മരണ സമ്മേളനം നടത്തുമ്പോൾ ഈ അടിയെ എന്നെ കൂടെ വിളിച്ചു, പാർട്ടിക്കാർ വിളിച്ചു, ഞാൻ പങ്കെടുത്തു. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ആ അനുസ്മരണം ആ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയുണ്ടായി. അവിടെ CPI-ക്കാരുണ്ടായിരുന്നു, CPM-കാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, അതുപോലെ മറ്റു പാർട്ടിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ആർക്കും മറ്റൊന്നും തോന്നിയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ആ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യത്ത് നീങ്ങിപ്പോയത്. അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശംസ പറയുക, അദ്ദേഹം കാണിച്ച വെച്ച ചില പ്രവൃത്തികളെ സംബന്ധിച്ച് വാഴ്ത്തി പുകഴ്ത്തി പറയാവുന്ന അവസരങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ നിലകൊള്ളുന്നത്, അതുപോലെ തന്നെ ജീവിക്കുന്നത്. അത് പ്രസ്ഥാനമായാലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളായാലും അതുപോലെയുള്ള മറ്റുള്ള എല്ലാ രീതികളിലും നമ്മൾ ആ കമ്മ്യൂണിറ്റി എന്നുള്ള സ്വഭാവത്തിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തുടർന്ന് നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ ചരടുകൾ കോർത്ത മണികളെ പോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടേതാണ്, നമുക്ക് പഠിക്കേണ്ടവരാണ്, നമുക്ക് ശേഷം മറ്റുള്ളവർ പഠിക്കണം എന്നുള്ള കാഴ്ചപ്പാടുകൂടി അരുതരുത് വിരോധം പിന്നെ വർഗങ്ങളെല്ലാം ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങളല്ലോ എന്ന് പാടിയതുപോലെ നമുക്ക് ഒരു തുരുമ്പാണെങ്കിലും ആ തുരുമ്പിന് വലിയ വിലയുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ വിവാഹ സ്വഭാവത്തെ കാണിക്കേണ്ടായി, വിവാഹ രീതിയിലുള്ള ആശംസകളെ പോലെയുള്ള ഒരു പ്രവണത പാട്ടും അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ അതിനെന്താ നമ്മൾ മാല കൊടുക്കും. ഈ മാല കൊടുക്കുമ്പോൾ ആ മാലയിൽ വരുന്നത് ധാരാളം പുഷ്പങ്ങളാണ്, പല ഇനങ്ങളിലുള്ള പല സ്വഭാവത്തിലുള്ള പുഷ്പങ്ങളാണ് അതിൽ കോർക്കുന്നത്. പക്ഷേ നമ്മൾ അതിൽ കോർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വിലയില്ലാത്ത ചരട് അല്ലെങ്കിൽ വാഴനാര്. ആ വാഴ ഒന്നും കൊള്ളാത്ത ആ വാഴനാരിന് പോലും എന്ത് ഈ വിലയുണ്ടായി. എന്തുകൊണ്ട്? ആ പുഷ്പങ്ങൾ അതിലാണ് കൊടുത്തിരിക്കുന്നത്. ആ പുഷ്പങ്ങൾ കൊടുത്തപ്പോൾ ആ നാരിന് വിലയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടയിൽ എല്ലാവർക്കും നല്ല വിലയും നിലയും ഉണ്ടാകാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ കൺമുമ്പിലുള്ളതുകൊണ്ടും ആശംസകൾ നേരാൻ നമ്മുടെ കൺമുമ്പിൽ ധാരാളം ഉദ്ദേശിച്ച് കൊണ്ടുവന്നുകൊണ്ടും അവരെല്ലാവരും തിരക്കുള്ളവരാണ്, ആരും ഫ്രീയല്ല. എല്ലാവരും ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവരും സ്ഥാനമാനങ്ങളുള്ളവരും അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള വീട്ടിലുള്ളവരുമാണ്. പക്ഷെ നമ്മുടെ ഈ സ്ഥാപനത്തിലുള്ള കൂറും നമ്മുടെ പ്രിൻസിപ്പൽ ക്ഷണിച്ചപ്പോൾ നമ്മൾ അവരെല്ലാവരും ആ സ്ഥാപനത്തിനോടുള്ള കൂറും നിർവഹിക്കും കൊണ്ട് ഇതിനെ നിലനിർത്തി മുന്നോട്ട് സഞ്ചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരേ മനസ്സോട് കൂടി ഒത്തുചേർന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് അല്ലാഹുവിന്റെ നാമത്തിലുള്ള ആ പേര് പറഞ്ഞു തന്നെയാണ് ഉദ്ഘാടനം നടത്തേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ നാമത്തിൽ ദൈവത്തിന്റെ നാമത്തിലാണ്. കാരണവാൻ ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്ക് അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ആ റഹ്മാൻ എന്ന് പറയുന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനായി റിട്ടയർഡ് അധ്യാപകരും അതുപോലെ നമ്മുടെ ട്രസ്റ്റ് മെമ്പറുമായ ചന്ദനത്തോപ്പ് ശിഹാബുദ്ദീൻ മൗലവി സാറിനെ ക്ഷണിക്കുന്നു.
യോഗാധ്യക്ഷൻ യൂണിയൻ ചെയർമാൻ KM സജീവ്, ഇവിടെ വെൽക്കം അഡ്രസ് നടത്തിയ ഈ കോളേജിൻ്റെ മേധാവി, നമുക്കെല്ലാം അഭിമാനഭാജനമായി മാറിയ ഷർമിള നസീർ, ഇൻട്രോഡക്ടറി സ്പീച്ച് നടത്താൻ ഏറ്റിരുന്ന MA സത്താർ സാർ, നമ്മുടെ ട്രസ്റ്റ് സെക്രട്ടറി, അദ്ദേഹം സ്ഥലത്തില്ല, എറണാകുളത്താണ്, കോഴിക്കോട് പോയിരിക്കുകയാണ്. അതുപോലെ ഇനാഗുറൽ അഡ്രസ് ഇവിടെ മനോഹരമായി ലളിതമായ സുന്ദരമായ ഭാഷയിൽ നമ്മളോട് സംവദിച്ച ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ K. ജലാലുദ്ദീൻ മൗലവി, അതുപോലെ ബഹുമാനപ്പെട്ട ട്രസ്റ്റ് മെമ്പേഴ്സ്, ഏറ്റവും പ്രിയങ്കരനായ വാഹിദ് സാറ്, അടി കയറാൻ പറ്റാത്തതുകൊണ്ട് ഓഫീസിൽ വന്നിരുന്ന് നമ്മളോട് ഈ പരിപാടിയോട് അദ്ദേഹത്തിൻ്റെ അനുഭാവം അദ്ദേഹം രേഖപ്പെടുത്തി താഴെയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ വേദിയിലിരിക്കുന്ന ഷിഹാബുദ്ദീൻ സാർ, ജോയിന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ട്രഷറർ, ബഹുമാനപ്പെട്ട നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ സ്ഥാപനത്തിൻ്റെയും ട്രഷററായി ദീർഘകാലമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുബാറക് സാർ, അതുപോലെ കോപ്പൽ താജുദ്ദീൻ സാർ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ട്രസ്റ്റ് മെമ്പറാണ്. സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവമാണ് കോപ്പൽ കൺസ്ട്രക്ഷൻ. ആയിരങ്ങൾക്ക് ജോലി നൽകി വലിയൊരു പ്രസ്ഥാനം വളർത്തിയെടുത്ത ഒരു വ്യക്തിയാണ് താജുദ്ദീൻ കോപ്പൽ ട്രസ്റ്റ് മെമ്പർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രിയങ്കരനായ ഫസലുദ്ദീൻ സാർ, മറ്റേ പല മെമ്പേഴ്സും, 1-2 മെമ്പേഴ്സിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാളെയുടെ വാഗ്ദാനങ്ങളായ സമൂഹത്തിൻ്റെ എഞ്ചിനീയേഴ്സ് എന്നിവിടെ വിശേഷിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികൾ, അധ്യാപകർ തന്നെയാണ്. നിങ്ങളുടെ ഈ മനോഹരമായ ഈ പരിപാടി വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായിരുന്നു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ എന്തെങ്കിലും 1-2 വന്ന് തടുതപ്പാനുള്ള ശ്രമമാണ്. കാരണം 1-2 ദിവസമായി ഗുളിക കഴിക്കാൻ പറ്റിയിട്ടില്ല. പ്രഷറുള്ള ആളാണ്. ഇന്നലെ രാവിലെ എൻ്റെ കോളേജിലെ ക്ലാസ് എല്ലാം എടുത്തിട്ട് ആലങ്കോട് വന്ന് ക്ലാസ് എടുത്തു. അവിടെ വന്നപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്ന മോഹൻദാസ് സാർ മരണപ്പെട്ട വിവരം പറഞ്ഞു. അവിടെ നിന്നൊക്കെ ഈ തെങ്ങുംകോടാണ് വീട്. അവിടെ നിന്ന് അപ്പോഴത്തെ വണ്ടി കയറി തെങ്ങുംകോട് വന്നു. അവിടെ നിന്ന് പിന്നെ രാത്രി എൻ്റെ കൊച്ചുമകനെ കാണാൻ തളിക്കാട്ടിലേക്ക് യാത്ര ചെയ്തു. പാതിരാത്രി വീട്ടിൽ തിരിച്ചെത്തി. രാവിലെ വീട്ടിലേക്ക് ചെയ്യുന്ന ചടങ്ങുകളെല്ലാം മാർക്കറ്റിലൂടെ പോകണം. അതെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് ഓടി ഇറങ്ങി ബസ്സിൽ പോയി. അങ്ങനെ ആണ്, വളരെ പാടുകൊണ്ടാണ്. അപ്പോൾ വീട്ടുകാരെ ഗുളിക കഴിക്കാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ഗുളിക കൊണ്ടുവരാൻ മറന്നുപോയി. കാരണം അവിടെ നിന്ന് വരാനിരുന്നാണല്ലോ, ഇന്നലെ വരേണ്ടത്. അപ്പൊ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മുടങ്ങിയാൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഒന്ന് ഗുളിക കഴിച്ചില്ല എന്ന തോന്നലാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. അല്ലെങ്കിൽ ഗുളിക കഴിച്ചില്ലെങ്കിൽ അവന്റെ പവർ ശരീരത്തിൽ പിടിച്ചിരിക്കാൻ കഴിയുമല്ലോ. എന്തായാലും പ്രത്യേകിച്ച് ഈ കമ്മ്യൂണൽ ഹാർമണി, മതസൗഹാർദ്ദം എന്ന ഈ വിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് എങ്ങും തൊടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പേടിക്കണം പറയാം. നമ്മളെ വിളിക്കാൻ തെറ്റത് പണ്ടായി പോയി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണൽ ഹാർമണി എല്ലാം തകർന്ന് നിരപ്പണമാകുന്ന സാഹചര്യമാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത്. എന്തായാലും നമ്മളെ തിരഞ്ഞെടുത്ത സമയവും സന്ദർഭവും സാഹചര്യങ്ങളും സ്ഥലവും എല്ലാം അനുയോജ്യമായ ഒരു സാഹചര്യവും സമയവും സ്ഥലവും ഒക്കെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബഹുമാനായ ടീച്ചർ പറഞ്ഞ പോലെ ശബരിമല ആ ഭക്തിനിർഭരമായ ആരാധനാ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, മറുവശത്തെ ക്രിസ്മസ് ആചരിച്ചുകൊണ്ടിരിക്കുന്ന, അതിനേക്കാൾ ഞാൻ കഴിഞ്ഞ ദിവസം വർക്കലയിലായിരുന്നു. അവിടെ മഞ്ഞ വേഷധാരികളായ ശ്രീനാരായണ ഗുരുവിന്റെ ഭക്തന്മാർ തീർത്ഥാടനത്തിന് വേണ്ടി നടന്നു പോകുന്ന യാത്ര
മിഴികളോടെ വളരെ സന്തോഷത്തോടെ ഒരുപാട് നേരം ഞാൻ നിന്ന് അത് വീക്ഷിക്കുണ്ടായി. ആര്യപ്പള്ളിയിലൊക്കെ പോയെന്നാൽ നമുക്ക് മനോഹരമായ ദൃശ്യം കാണാൻ കഴിയും. അവിടുത്തെ തീർത്ഥാടനം ആ മഹത്തായ കേരളത്തിലെ ഏറ്റവും വലിയൊരു സമൂഹത്തിന്റെ അനുസരിതനായ ആ ജാതിഭേദം അദ്വേഷം ഭേദമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞ ആ ശിവഗിരിയിലേക്ക് ആ പഞ്ചലോഹ നിർമ്മിതമായ അദ്ദേഹത്തിന്റെ ആ പ്രതിഷ്ഠ കാണാനും വാഴ്ത്താനും പുകഴ്ത്താനുമായി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പോകുന്ന ജനകോടികളെ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ഭാരതം, കേരളം എന്നൊക്കെ പറയുന്നത്. ഭാരതം എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ, ലോകത്താരുടെ മുമ്പിലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. കാരണം ഇന്ത്യയെ പോലെ വൈവിധ്യമാർന്ന ഒരു ജന വിഭാഗമുള്ള ഒരു രാജ്യം ഈ ലോകത്തില്ല. ഒന്നുകിൽ ക്രിസ്ത്യാനികളുടെ രാജ്യം, നമുക്കറിയാം ക്രിസ്ത്യൻ കൺട്രീസ്, അല്ലെങ്കിൽ മുസ്ലിം കൺട്രീസ്, മുസ്ലിങ്ങളുടെ രാജ്യം എന്ന് നമുക്ക് പറയാം. പക്ഷേ ലോകത്തുള്ള എല്ലാ മതങ്ങളും, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജൂതന്മാരും പാർസികളും ജൈനന്മാരും ബുദ്ധന്മാരും എന്നിവരുടെ എല്ലാ മതസ്ഥരും നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ, ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, മനോഹരമായി പൂന്തോട്ടത്തിലെ ഉദ്യാനത്തിലെ വിവിധ വർണ്ണങ്ങളുള്ള പൂക്കളാണ്. അത്രയും മനോഹരമായ ഒരു നാടാണ് നമ്മുടെ ഭാരതം. മതസൗഹാർദ്ദത്തിന് കേട്ട ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഇത്രത്തോളം പേരും പെരുമയുമുള്ള ഭാരതം ഈ അടുത്ത കാലത്തായി നമ്മുടെ മതസൗഹാർദ്ദം തകർന്ന ചില സംഭവങ്ങളാണ് കേൾക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ, വടക്കേ ഇന്ത്യയിൽ നിന്നും മറ്റും. കേരളം വളരെ പ്രബുദ്ധരായ ഒരു നാടാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ള ഒന്നും, ഈ പരിപ്പൊന്നും കേരളത്തിൽ വേവുകയില്ല എന്ന വസ്തു നമുക്കറിയാം. ഇവിടെ വിപ്ലവം ഉണ്ടാക്കാനും തകർക്കാനും ഒക്കെ പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ചീറ്റിപ്പോയ ഒരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും അങ്ങനെയല്ല. അവിടെ നടക്കുന്ന കലാപങ്ങൾ, കലുഷിതമായ അന്തരീക്ഷങ്ങൾ, പ്രശ്നങ്ങൾ ഒന്നും, സംഭവങ്ങളെ ഞാൻ എടുത്തുദ്ധരിക്കുന്നില്ല. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അതിന്റെ നന്മകൾ തിന്മകൾ വേർതിരിക്കാനോ സന്ദർഭം അനുയോജ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയുടെ ഈ മതേതരത്വത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുക. ഇന്ത്യയുടെ ഭരണഘടനയെ നമ്മൾ അഭിമാനിക്കുന്നു, അഭിമാനം കൊള്ളുന്നവരാണ്. We the people of India എന്ന് പറഞ്ഞ് നമ്മുടെ ഭരണഘടന ആമുഖത്തിൽ തന്നെ ഇത് മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന് നമ്മൾ കാത്തു സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയോടു കൂടിയാണ് ആ അംബേദ്കർ അവറുകൾ ആ ഭരണഘടന ഇന്ത്യ ജനതയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിനെ. അത് നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. അപ്പൊ നമ്മള് അധ്യാപകരായ നമ്മൾ നമ്മുടെ സമൂഹത്തെ, ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ, അവരെ മനോഹര ടീച്ചർ പറഞ്ഞ നമ്മൾ ശില്പികളാണ്. ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കേണ്ടവരാണ്. നമ്മളാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. മതസൗഹാർദ്ദ കാലത്തിന്റെ അത്യാവശ്യമാണ്, അത്യാവശ്യം വേണം പറയാൻ. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. മതമില്ലാത്ത ശാസ്ത്രത്തെ കുറിച്ച് ഐൻസ്റ്റൈൻ അവർ പറഞ്ഞത് അത് ആ ശാസ്ത്രം മുടന്തനാണെന്നാണ്. ഒരിക്കലും മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല ശാസ്ത്രം. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, എന്നാൽ ശാസ്ത്രമില്ലാത്ത മതം അന്ധമാണ്. അപ്പൊ ശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ വാരിപ്പുണർന്നുകൊണ്ട് ജീവിക്കുന്നത് ഒരു മതവിശ്വാസി എന്ന് പറയാൻ കഴിയില്ല. എന്ന് വളരെ അർത്ഥവത്തായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ വിളക്ക്, സമാധാനത്തിന്റെ അന്തരീക്ഷം കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം തലമുറയായി കൈമാറി നമ്മുടെ കരങ്ങളിൽ വന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അറിവുള്ളവരായി മാറുക എന്നതാണ്. ഇപ്പൊ ഞാൻ മുസ്ലിം പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഹിന്ദു മതത്തെ കുറിച്ച് അറിയില്ല എങ്കിൽ എന്താണ് അവസ്ഥ? പണ്ഡിതന്റെ അവസ്ഥ അതാണെങ്കിൽ പിന്നെ പാമരന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ നിങ്ങളെ വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളാണ്, നിങ്ങൾ MA-ക്കാരും BA-യും MA-യും മറ്റുപോലെ ബിരുദങ്ങളും അഡീഷണൽ ഡിഗ്രികളും ഒക്കെ എടുത്ത ഒരു വിഭാഗമാണ് നിങ്ങൾ. കുട്ടികളല്ല നിങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു കുട്ടികളൊക്കെ എത്ര പേർക്ക് സംസ്കൃതം അറിയാം? കാരണം പുരാതന വേദഗ്രന്ഥങ്ങൾ ഇന്ത്യയാക്കിയത്, ഇന്ത്യയെ ലോക പ്രശസ്തമാക്കിയത് ഈ രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും കൊണ്ടുകൊണ്ടാണ്. നമുക്ക് എത്ര പേർക്ക് ഈ സംസ്കൃത ഭാഷ അറിയാം? നമ്മള് അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഈ ഭഗവത്ഗീതയും രാമായണവും വായിക്കുവാനുള്ള കഴിവ് അദ്ദേഹം ആർജിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾക്ക് പരസ്പരം ഈ മതങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള മനസ്സില്ല. ഇതൊന്നും വിലക്കപ്പെട്ട കനിയല്ല. നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. ഞാൻ ഓർത്തു പോവുകയാണ്, ഇപ്പോൾ അറബി ഭാഷ പഠിക്കുന്നതിന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA-ക്ക് റാങ്ക് വാങ്ങിച്ചത് നമ്മുടെ കടക്കൽക്കാരായ പെൺകുട്ടിയാണ്. നമ്മൾ ആ കുട്ടിയെ പ്രത്യേകം അനുമോദിക്കേണ്ടതാണ്. പല പല സ്ഥലങ്ങളിലും ആ കുട്ടിക്ക് അനുമോദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ പലരും പറഞ്ഞു കാണും, കടക്കൽ അസീൽ ബാങ്കിനടുത്ത് താമസിക്കുന്ന
ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അറബിക്ക് MA ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത്. ആ കുട്ടി BA ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. കടയ്ക്കൽ പഠിക്കുമ്പോൾ ബഹുമാനനായ മരണപ്പെട്ട മർഹൂം MS മൗലവി അവர்கள் അലിഫ് ബാ ആൽഫബറ്റ് മുതൽ അദ്ദേഹം പഠിപ്പിച്ചു. കാരണം മുസ്ലിം കുട്ടിയല്ല, മദ്രസയിൽ പോയിട്ടില്ല. അലിഫ് ബാ മുതൽ ഒരു 3 മാസം പ്രിപ്പറേറ്ററി കോഴ്സ് കൊടുത്തുകൊണ്ട് അലിഫ് ബാ പോലും പഠിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുത്ത ആ ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി, പൊട്ടിട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ആ കുട്ടി, ഞാൻ അവളെ പഠിപ്പിച്ചു. അവൾ അന്നു ചോദിച്ചു പഠിക്കും. വാട്സാപ്പിൽ ഇപ്പോഴും അവളുടെ വാട്സാപ്പ് നിരക്കുന്നുണ്ട്. എന്ത് സംശയം വന്നാലും അപ്പോൾ അവൾ ചോദിക്കും. അങ്ങനെ പഠിച്ച് BA അവൾ അന്ന് 2nd റാങ്ക് വാങ്ങുകയും ഉടനെ അവൾക്ക് ജോലി കിട്ടി. കാരണം സംവരണം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടും. ഒരു മുസ്ലിം കുട്ടി സംസ്കൃതം പഠിച്ചാൽ പിറ്റേന്ന് ജോലി കിട്ടും. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. കാരണം ഇൻ റൊട്ടേഷനിലാണ് ഗവൺമെന്റ് ജോലി കൊടുക്കുന്നത്, PSC ജോലി കൊടുക്കുന്നത്. അല്ല അറബി പഠിച്ച മുസ്ലിമിന് ജോലി കൊടുക്കണമെന്നല്ല. അത് ഈഴവായിക്ക് കൊടുക്കും, അത് കഴിഞ്ഞാൽ ഫോർവേഡ് കാസ്റ്റിന് കൊടുക്കും, അത് കഴിഞ്ഞാൽ മുസ്ലിമിന് കൊടുക്കും, അത് കഴിഞ്ഞാൽ SC STക്ക് കൊടുക്കും. വീണ്ടും 5ാമത് മാത്രമേ ഒരു ഈഴവ പോലെയുള്ളൂ. ഇങ്ങനെ സംവരണം ജോലിയുള്ളത് കൊണ്ട്, PSCയുടെ ജോലിയിൽ സംവരണം ഉള്ളത് കൊണ്ട് ഒരു അറിവ് പഠിക്കുന്ന ഒരു മുസ്ലിം അല്ലാത്ത കുട്ടിക്ക് തൊട്ട് പിറ്റേ ദിവസം അവളെ വിളിച്ച് ഗവൺമെന്റ് ജോലി കൊടുക്കും. കാരണം അവളുടെ വേക്കൻസികൾ ഇങ്ങനെ കിടക്കുകയാണ്, അവരുടെ വേക്കൻസികൾ കിടക്കുകയാണ്, അത് നികത്തണം. അതുകൊണ്ട് പ്രത്യേക ഇന്റർവ്യൂ പോലും വേണ്ട, വിളിച്ച് ജോലി കൊടുക്കും. നമുക്ക് ആ സംവിധാനമാണുള്ളത്. അപ്പൊ ഈ കുട്ടിക്ക് ജോലി കിട്ടിയ ശേഷവും ഹൈസ്കൂളിൽ ജോലി കിട്ടി, അതിലേക്ക് മാറി. ശേഷം കായംകുളത്ത് B.Ed ചെയ്തു. ശേഷം ആ കുട്ടി കായംകുളം MSM കോളേജിൽ ചേർന്ന് MA പഠിച്ചു. അവിടെ നിന്നാണ് റാങ്ക് വാങ്ങിയത്. നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് അറബി ആൽഫബറ്റ് പോലും ആദ്യം പഠിച്ചുകൊണ്ട് ഡിഗ്രി ക്ലാസ്സിൽ ഇരുന്ന് ഡിഗ്രി പഠിച്ച് അതിൽ റാങ്ക് വാങ്ങുകയും MA പഠിച്ച് റാങ്ക് വാങ്ങാനും ഒരു അമുസ്ലിം കുട്ടിക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ അറബി ഭാഷ പഠിക്കൽ ആർക്കും കഴിയുന്ന കാര്യമാണ്. അപ്പൊ വിശ്വഭാഷയാണത്, വിശ്വഭാഷയാണ്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് നേരിട്ട് ഡയറക്റ്റ് നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മൾ ഓരോ ഭാഷകളെയും, എല്ലാ ഭാഷകളും ദൈവികമാണ്. ആ ഭാഷകളെ ആദരിക്കാൻ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാകണം. സംസ്കൃതം ഭാരതത്തിന്റെ അഭിമാനങ്ങളൊന്നു, വലിയ ഇതിഹാസങ്ങൾ അല്ലെ, രാമായണവും മഹാഭാരതവും ഒക്കെയുള്ള വലിയൊരു ഭാഷയാണ്. 5000 കൊല്ലത്തെ പഴക്കമുള്ള കൃതികളാണ്, ക്ലാസിക്കൽ കൃതികളാണ് ആ ഭാഷയിലുള്ളത്. ലോകം മൊത്തവും ഞാൻ ഭാഗവതവും രാമായണവും ഒക്കെ പഠിച്ചത് അറബിയിലൂടെ. ഇന്തോ ഈജിപ്ഷ്യൻ ഫ്രണ്ട്ഷിപ്പിന്റെ ഇതായിട്ട് ഈ പുസ്തകങ്ങൾ അറബികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. വോയിസ് ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്ന മന്ത്ലി ഞാൻ ഈജിപ്തിൽ വരുത്തിക്കൊണ്ടിരുന്നു. ആ മന്ത്ലി അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഈ കഥകളെല്ലാം പഠിക്കാൻ കഴിഞ്ഞത്. അപ്പോഴേ നമുക്ക് ഇന്റർനെറ്റിന്റെ കാലത്ത് പഠിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ട് നമ്മൾ പഠിക്കുവാൻ തയ്യാറാകണം. അറബി ഭാഷ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് ലോകത്തിലെ വലിയൊരു ഭാഷയാണ്. അതുപോലെ തന്നെ സംസ്കൃതം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ മതഗ്രന്ഥങ്ങൾ പരിനോക്കി അതിൽ നിന്നും ഉന്നതമായ മൂല്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. അത് മനുഷ്യരായ നാം അഥവാ വിദ്യാസമ്പന്നരെ അഭിമാനിക്കാൻ നമ്മളുടെ ഒരു ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കണം. ഇന്ന് രണ്ടുപേരും സംസ്കൃതം പറയാൻ നമുക്ക് പേടിയാണ്, തെറ്റിപ്പോകുന്ന ഭയമാണ്. അതെല്ലാം നമുക്ക് മാറ്റിയെടുത്ത് ലോകത്തിന്റെ ഒരു പുതിയ സൃഷ്ടിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചവെക്കാൻ കഴിയണം. അപ്പം നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹം നോബൽ പ്രൈസ് വിന്നറാണ്. സാഹിത്യത്തിന് അതിർവരമ്പുകളില്ല എന്ന് നിർവ്വയം പറയാം. രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം ഏഷ്യാ ഭൂഖണ്ഡത്തിൽ തന്നെ 1913 ഇതംപ്രഥമമായി നോബൽ പ്രൈസ് വാങ്ങിച്ച ആളാണ്. അദ്ദേഹം ഈജിപ്തിലേക്ക് പോകുന്ന രംഗമുണ്ട്, ഈജിപ്ത് സന്ദർശിക്കാൻ. അന്ന് ഈജിപ്തിലെ മഹാകവി അമീർ ഷുറായ് അഹമ്മദ് ഷോക്കി അദ്ദേഹം പ്രത്യേകം ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി. അപ്പോൾ ഈ രവീന്ദ്രനാഥ് ടാഗോറിനെ കണ്ടപ്പോൾ അമ്പരന്നുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് മനോഹരമായ കവിതകളെല്ലാം അറബി സാഹിത്യത്തിൽ തെരഞ്ഞെടുക്കുകയാണ്. കാരണം ഒരുപാട് കഴുത്തിൽ മാലകളുണ്ട്, മുടി ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുകയാണ് രവീന്ദ്രനാഥ് ടാഗോർ. വലിയ ദീക്ഷയുണ്ട്, ഷർട്ട് ഇടാതെ ഒരു വലിയ ആചാരം, ശരീരത്തിന്റെ പ്രകൃതിയുള്ള ഒരു മനുഷ്യനാണ്. മഹാൻ അഹമ്മദ് ഷോക്കി അദ്ദേഹത്തെ ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആദമാണോ ഹവ്വയാണോ എന്ന് അദ്ദേഹത്തിനോടൊപ്പം 1-2 വനിതകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈജിപ്തിൽ ചെന്ന രവീന്ദ്രനാഥ് ടാഗോറിനെ സ്വീകരിച്ചതിന്റെ വീട്ടിൽ കൊണ്ടുപോവുകയും സൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് മനോഹരമായ കവിതകൾ അദ്ദേഹത്തെ കുറിച്ച് രചിച്ച ഇതാണ് മതങ്ങൾക്ക് അതിർവരമ്പുകളില്ല എന്ന് പറയുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞു, നിങ്ങളോട് എനിക്ക് അസൂയ തോന്നുന്നു. രവീന്ദ്രനാഥ് ടാഗോറിനോട് പറഞ്ഞു അഹമ്മദ് ഷോക്കി, നിങ്ങളോട് എനിക്ക് അസൂയ തോന്നുന്നു. കാരണം നിങ്ങളുടെ കൃതികൾ വായിക്കുവാൻ ഒരുപാട് ജനങ്ങളുണ്ടല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല,
നിങ്ങളോടാണ് എനിക്ക് അസൂയ തോന്നുന്നത്. നിങ്ങളുടെ കവിതകൾ വായിക്കാൻ കോടിക്കണക്കിന് ജനങ്ങൾ അറബി ലോകത്തുണ്ട്. എന്റെ കവിത ബംഗാളിയിലാണ് ഞാൻ ഗീതാഞ്ജലി എഴുതിയിരിക്കുന്നത്. ബംഗാളി ഭാഷ അറിയാവുന്ന ജനങ്ങൾ കേവലം ഒരു 10 ലക്ഷം ജനങ്ങൾ മാത്രമേ എന്റെ ബംഗാളി ഭാഷ അറിയുള്ളൂ. അപ്പോൾ പിന്നെ എന്റെ നോവല്, എന്റെ ഗീതാഞ്ജലി എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ വായിക്കുക? അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 10 ലക്ഷം ജനങ്ങൾ മാത്രം വായിക്കുന്ന ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ തന്റെ ഗീതാഞ്ജലി എഴുതിയതെങ്കിലും നോബൽ പ്രൈസ് നൽകുന്ന ഇന്റർനാഷണൽ ആ സംവിധാനത്തിന് ഈ ബംഗാളി ഭാഷ അവർക്ക് അപരിചിതമായിരുന്നില്ല. ബംഗാളി ഭാഷയിലെ കൃതിയെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് കഴിഞ്ഞപ്പോൾ സാഹിത്യം ചോർന്നു പോയില്ല. സാഹിത്യം അനുസരമാണ്. സാഹിത്യത്തിന് ഭാഷയുടെ അതിർവരമ്പുകളില്ല. ഒരു സാഹിത്യം മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടാലും സാഹിത്യ മൂല്യം നഷ്ടപ്പെടാത്തത് കൊണ്ട് ആണ് ആ നോബൽ പ്രൈസ് കിട്ടിയത്. അല്ലാതെ ഇന്ന് നോബൽ പ്രൈസ് നൽകിയവർക്ക് ബംഗാളി ഭാഷ അറിയാവുന്നത് കൊണ്ടല്ല. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭാഷയ്ക്കും സാഹിത്യത്തിനും സാഹിത്യ കൃതികൾക്കും അത് ഗ്രന്ഥങ്ങൾക്കും ഒന്നും ഈ അതിർവരമ്പുകൾ കൊടുക്കാത്ത നിലയിലൂടെയാണ്. നജീബ് മഹ്ഫൂദ് അത് അറബി സാഹിത്യത്തിന് നോബൽ പ്രൈസ് വാങ്ങിച്ച വ്യക്തിയാണ്. അപ്പൊ അറബി സാഹിത്യം നോബൽ പ്രൈസ് കൊടുത്തവർക്ക് അറബി സാഹിത്യം അറിയാവുന്നവരുണ്ടല്ല. ഉടൻ തന്നെ കൃതികൾ ഇംഗ്ലീഷിലേക്കും ഇതര ലാറ്റിനിലേക്കും ഫ്രഞ്ചിലേക്കും ഒക്കെ വിവർത്തനം ചെയ്യപ്പെടുകയും ലോകത്ത് ബെസ്റ്റ് സെല്ലറായി മാറുകയും ചെയ്യുമ്പോൾ അതിലേക്ക് ശ്രദ്ധ തിരിയുകയും അതിൽ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളെ ആ ബുദ്ധിജീവികൾ മനസ്സിലാക്കി വരുമ്പോൾ ഇത് ശാശ്വതമാണ്, അനശ്വരമായ സത്യമാണ്, അനശ്വരമായ ഒന്നാണ് ഈ സാഹിത്യം, ഭാഷ ഏതാണെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുകയും നോബൽ പ്രൈസ് കൊടുത്ത് ആദരിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് ഒരു ഭാഷയും ചെറുതായതോടെ കാണാൻ കാണില്ല. ആരെയും നമ്മൾ നിസ്സാരമായി തള്ളാൻ പാടില്ല. എല്ലാത്തിനെയും ഈ സത്യം, പരമമായ സത്യം, അതിനൊരിക്കലും നഷ്ടമില്ല, നാശമില്ല. അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. മതങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് മത വിദ്വേഷത്തിനും കലാപത്തിനും ഒക്കെ കാരണമാകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വികാരം കൊണ്ടുകൊണ്ട് എടുത്തു ചാടുന്ന ഒരു സംവിധാനം അതുണ്ടാകാൻ പാടില്ല. മതങ്ങളെ തമ്മിലെടുപ്പിക്കുവാനും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതങ്ങളെ ഉപയോഗിക്കുവാനും ഇവിടെ കുറെ നാളുകളായിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു സങ്കുചിതമായ ഒരു ഭാവമാണ്. മനുഷ്യനില്ല, മനുഷ്യൻ ഇല്ല. ഇവിടെ ജനിക്കുന്നത് മനുഷ്യനല്ല. ഇവിടെ ജനിക്കുന്നത് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നാണ് ചോദിക്കുന്നത്. ആണിനും പെണ്ണിനുമാണ് നമ്മൾ പ്രസക്തി കൊടുക്കുന്നത്. ചിലർക്ക് ആണെന്ന് കേൾക്കുമ്പോൾ സന്തോഷം, ചിലർക്ക് പെണ്ണെന്ന് കേൾക്കുമ്പോൾ സന്തോഷം. ഇവിടെ മനുഷ്യനില്ല. ആ മക്കളെ എഞ്ചിനീയർ ആക്കണമെന്നാണ്, മനുഷ്യനാക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അവർ ഡോക്ടറാക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യനാക്കി മാറ്റണമെന്നില്ല. നമ്മുടെ രീതി പോലും ഒരു പൗരനെ വാർത്തെടുക്കുക എന്നാണ്. എഡ്യൂക്കേഷന്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെ ഒരു പൗരനെ വാർത്തെടുക്കുക എന്നാണ്, ഒരു മനുഷ്യനെ വാർത്തെടുക്കുക എന്നല്ല. പൗരനും മനുഷ്യനും രണ്ടാണ്. പൗരൻ എന്ന് പറയുന്നത് തന്റെ രാഷ്ട്രത്തിന്റെ സങ്കുചിതമായ ആ ഭൂപ്രകൃതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നവരാണ് പൗരൻ എന്ന് പറയുന്നത്. ഒരു ഇന്ത്യയിലെ പൗരൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ എന്റെ ഇന്ത്യ മഹാരാജ്യം വളരണം, പാകിസ്ഥാൻ തകരട്ടെ, സിലോൺ തകരട്ടെ, മറ്റു രാജ്യങ്ങൾക്ക് എന്തും സംഭവിക്കട്ടെ, അതെനിക്ക് പ്രശ്നമല്ല, എന്റെ രാജ്യത്തിന് ഒന്നും വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന സങ്കുചിതമായ ഒരു മിഷനാണ് ഈ പൗരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഒരു കാലത്ത് നാഷണാലിസം, ദേശീയ ബോധം എന്നൊക്കെ പറയുന്നത് മനോഹരമായിരുന്നു. മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച, വിഭാവനം ചെയ്ത വസുദൈവ കുടുംബകം, ലോകമെന്ന് പറയുന്ന ഒരേ ഒരു തറവാടാണ്. ആ തറവാടിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. വെളുത്തവനും കറുത്തവനും ജൈനനും ഫാരിസിയും നമ്മളെല്ലാവരും ഈ കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ എന്താകുള്ള യഥാർത്ഥ മനുഷ്യനായി മാറുകയുള്ളൂ. നമുക്കറിയാം സൗദി അറേബ്യയും കേരളവും തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ഒരിക്കലും ഒരു ലേഖനത്തിൽ എഴുതുണ്ടായി. ഈ അറബിക്കടൽ ഇല്ലായിരുന്നുവെങ്കിൽ സൗദി അറേബ്യയും കേരളവും ഒന്നായിരുന്നു. രണ്ടിനിടെ ഒരു കടൽ വന്നപ്പോഴാണ് ഭൂമി വിട്ടുമാറി. രണ്ടിനിടെ ഒരു കടൽ വന്നപ്പോഴാണ് രണ്ട് രാജ്യമായി മാറിയത്. ഈ അറബിക്കടൽ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ കാലത്ത് വെച്ചാൽ സൗദിയിലാണ് ചെന്നിറങ്ങുന്നത്, ഇല്ലേ? അപ്പൊ രാജ്യങ്ങളെ വേർതിരിക്കുന്നത് കടലുകൾ, പസഫിക്കും അറ്റ്ലാന്റിക്കും ഒക്കെ വന്നിട്ട്, ഇന്ത്യ മഹാസമുദ്രം ഒക്കെ വന്നിട്ട് ഭൂമികളെ എങ്ങനെ വേർതിരിച്ചു? ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ദൈവം ഒരുക്കി എന്നല്ലാതെ മനുഷ്യരെല്ലാവരും ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഞാൻ ബോധം കെട്ട് വീഴുകയാണെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ചെറുപ്പക്കാരായ പിള്ളേരായിരിക്കും കൂടി വന്നൊരു ബ്ലഡ് തരുന്നത്. അപ്പൊ ഞാൻ ഒരു മൗലവി ആയതുകൊണ്ട്, ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്റെ ബ്ലഡ് വേറെയാണ്, അദ്ദേഹത്തിന്റെ ബ്ലഡ് എനിക്ക് പറ്റില്ല എന്ന് ആരെങ്കിലും പറയും? ലോകത്താർക്കെങ്കിലും പറയാൻ കഴിയുമോ? അപ്പൊ നമ്മളെല്ലാവരും ഒരു വായുവാണ് ശ്വസിക്കുന്നതെങ്കിൽ, ഒരു വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ, ഒരു രക്തമാണ്. ഇവിടെ പരിശോധിച്ചാൽ അമേരിക്കക്കാരന്റെയും ഇന്ത്യക്കാരന്റെയും കേരളക്കാരന്റെയും 6 ബ്ലഡ് പരിശോധിച്ചാലും എന്റെ വൈഫ് കിംസിലിയുടെ കിടന്നു, ഇമ്മ്യൂണിറ്റി പ്രശ്നവുമായിട്ട് ബ്ലഡ് വേണമായിരുന്നു. ഒരു സിഖുകാരനാണ് വന്ന് ബ്ലഡ് തന്നത്. എന്തൊരു ഉപയോഗം
പറ്റാനില്ലാത്ത ഒരു സന്ദർഭമാണ്. ഒരുപാട് നമ്മൾ ത്യാഗപ്പെട്ടു. ഒരു സിദ്ധിക്കാരൻ അവിടെ എത്തിച്ചേരുകയും ദൈവം കൊണ്ട് എത്തിയതുപോലെ അദ്ദേഹം വന്ന് ഈ രോഗിയെ കാണണമെന്ന് നിർബന്ധം പിടിച്ചു. രോഗിയുടെ അടുക്കൽ വന്നുകൊണ്ട് രോഗിയുടെ കാൽക്കൽ തൊട്ട് വന്നിച്ച ശേഷമാണ് അദ്ദേഹം ബ്ലഡ് പോയി കിടന്നു കൊടുത്തത്. ചിന്തിച്ചു നോക്കണം. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും സ്നേഹവും എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. വേറെ ആരുടെയും ബ്ലഡ് കിട്ടിയില്ല. ഒരു സിഖുകാരൻ, ഒരു സിംഗാണ് അദ്ദേഹം. ബിസിനസ്സാർക്ക് കേരളത്തിലേക്ക് വന്ന ആളാണ്. ലോകത്തിലുള്ള ബ്ലഡ് വേണമെങ്കിലും കൊടുക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം എന്റെ വൈഫിന്റെ അരികിൽ വന്ന് കാലിൽ തൊട്ട് തൊഴുത ശേഷമാണ് അത്രത്തോളം. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന്റെ ശരീരങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം എന്റെ വൈഫിന്റെ ജീവൻ നൽകാൻ വേണ്ടി എത്തി കൊടുക്കുകയാണ്. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം പോയി കിടന്നു. അദ്ദേഹത്തിന്റെ ബ്ലഡിൽ നിന്നും പ്ലാസ്മ എടുക്കുന്ന പരിപാടിയാണ്. 4 മണിക്കൂർ അദ്ദേഹം ഒറ്റ കിടപ്പ് കിടക്കണം. എങ്കിൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ ചെയ്തുകൊണ്ട് പ്ലാസ്മ എടുത്ത് ഈ രോഗിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അത്രമാത്രം മണിക്കൂറുകൾ അദ്ദേഹം കിടന്ന് ഈ ബ്ലഡെല്ലാം തന്ന ശേഷം നമ്മളെ അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. മണ്ടത്തരമായി പോയി. അദ്ദേഹം ആ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാത്ത മഹാമനസ്കതയുടെ വിട്ടുവീഴ്ചയുടെ സ്നേഹത്തിന്റെ പര്യായമായ മനുഷ്യൻ സർവേശ്വരത്തിന് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്ന ഇങ്ങനെ പറയാവുന്ന 1000 അനുഭവങ്ങളും കഥകളും നമ്മുടെ ജീവിതത്തിൽ പറയുവാനുണ്ട്. അതുകൊണ്ട് മനുഷ്യരായ നമ്മൊന്നാണ്. അത് മതവർഗീയതയെന്നും മത തീവ്രവാദമെന്നും മതമൗലികവാദമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇസങ്ങളും തത്വങ്ങളും ഇവിടെ ഉണ്ട്. അതൊന്നും ഞാൻ വിശകലനം ചെയ്യാനോ ചർച്ചയ്ക്കോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ചിന്താക്കുഴപ്പത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മതങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമുള്ള, കാരണം വിദ്യാസമ്പന്നരായ കുട്ടികളാണ് മുമ്പിരിക്കുന്നത്. നമ്മളെക്കാൾ ആധുനിക മീഡിയകൾ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്തും ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങളുടെ അറിവിന്റെ മണ്ഡലം എപ്പോഴും വികസിപ്പിച്ച് ലോകത്തെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ അറിവിനെ ഉപകാരപ്പെടുത്തുന്ന ഒരവസ്ഥ സംജാതമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മഹാനായ പ്രവാചകന്റെ മഹത്തായ ജീവിതം നമുക്ക് മാതൃകയാണ്. നമ്മൾ അത് നല്ലപോലെ സ്റ്റഡി ചെയ്യാൻ തയ്യാറാകണം. ലോകത്തിന് വഴികാട്ടിയായിരുന്നു പ്രവാചകൻ. ഒരു ജൂതന്റെ, നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുള്ള സംഭവമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു ഹദീസാണ്. ഒരു ജൂതന്റെ ശവശരീരം ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു ആദരിക്കാൻ വേണ്ടി. മനുഷ്യ മനസ്സിന് എത്രത്തോളം ആദരവ്, മരിച്ചാലും ആദരിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല. നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിന്റെ അനീതി ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതാണ്. ഒരു ജൂതൻ എന്ന് പറയുമ്പോൾ അടിവരയിടേണ്ട പദമാണ്. കാരണം മുസ്ലിമിന്റെ ബദ്ധവൈരിയാണ് ജൂതൻ എന്ന് പറയുന്നത്. വളരെ ശത്രുത കാണിച്ചവനാണ് ജൂതൻ, അന്നും ഇന്നും ഒക്കെ. അതുകൊണ്ട് ഒരു ജൂതന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ പ്രവാചക പ്രഭു എഴുന്നേറ്റ് നിന്നപ്പോൾ അവിടുത്തെ കമ്പാനിയൻസ് പ്രവാചകനോട് ചോദിച്ചു, അല്ലയോ പ്രവാചക, അതൊരു ജൂതന്റെ ജനാസയല്ലേ, അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയല്ലേ, താങ്കൾ എന്തിനാ എഴുന്നേറ്റത്? അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചത്, അദ്ദേഹം മനുഷ്യനല്ലേ, അദ്ദേഹത്തിന്റെ ഒരു ആത്മാവ് അദ്ദേഹത്തിലും ദൈവം സന്നിവേശിപ്പിച്ചിട്ടില്ലേ? പ്രവാചകൻ മറുപടി, അപ്പം മനുഷ്യ മനസ്സിനെ നമ്മൾ അംഗീകരിക്കണം, മനുഷ്യ മനസ്സിനെ നമ്മൾ ആദരിക്കണം. അത് കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ ആരാകട്ടെ അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. മനുഷ്യരെല്ലാം ഒന്നാണ്. നമ്മളെ വിവിധ വർണ്ണങ്ങളിലും വിവിധ ഗോത്രങ്ങളിലും ഒക്കെ ഒരുപോലെ രണ്ട് മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. തമ്മിൽ പ്രശ്നം നമുക്കറിയാം. നമ്മൾ കോടികളുടെ ഡീൽ നടത്തിയാലും നമ്മളെ വിരല് മഷീൻ തൊട്ടിട്ട് ഇങ്ങനെ പതിപ്പിക്കും. കാരണം ഈ തമ്മിൽ പ്രശ്നം ഇതുപോലെ ലോകത്ത് 700 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ലോകത്തുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ തമ്മിൽ പ്രശ്നം അദ്ദേഹത്തിന്റെ കയ്യിൽ കാണുന്ന ഈ കോഡ്, ഇതിൽ നിന്നാണല്ലോ ബാർകോഡൊക്കെ ഉണ്ടായത്. ഇതുപോലൊരു കോഡുള്ള വേറൊരാള് ലോകത്തില്ല. ആ നിലയിൽ എങ്ങനെ 700 കോടി ജനങ്ങൾക്കും ബാർകോഡ് കൊടുക്കാൻ സർവേശ്വരനായ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ഒരു ശക്തിയുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകണം. ആ പ്രവാചകൻ ഒരു ജൂതന്റെ ബോഡി കണ്ടപ്പോൾ എഴുന്നേറ്റ് ആദരിച്ച് അനുയായികളെ പഠിപ്പിച്ചുവെങ്കിൽ ക്രിസ്ത്യാനിയെയും ജൂതനെയും ആരെയും ഏത് മതസ്ഥരെയും ആദരിക്കുവാനുള്ള ഒരു മഹാമനസ്കത ഉള്ളവരായി വരും തലമുറയെ നമ്മൾ വളർത്തിയെടുക്കണം. അതുപോലെ മദീനയിലേക്ക് പ്രവാചകൻ പലായനം ചെയ്തു. മദീനയിൽ ചെന്നപ്പോൾ മദീനയിലെ ദൂതന്മാരുമായി വസീഖത്തുൽ മദീന എന്ന് പറയുന്ന ഒരു ഡീല്, കരാർ എഴുതി ഒപ്പുകയാണ് ഉണ്ടായത്. നിങ്ങളും ഒരു സമുദായമാണ്, അവരൊരു ഉമ്മത്താണ്, സമുദായ കമ്മ്യൂണിറ്റിയാണെന്ന് പ്രവാചകൻ അംഗീകരിച്ചു. സത്യത്തെ മുഖന്തിരിക്കാൻ കഴിയില്ല. നിങ്ങളും ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നാണ് ആദ്യത്തെ വാചകൻ തന്നെ. നിങ്ങൾക്ക് ഉള്ള ആനുകൂല്യം, ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്കുമുണ്ട് എന്ന് തുടങ്ങുന്ന 1500 കൊല്ലം കഴിഞ്ഞിട്ടും ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ചാർട്ടറൊക്കെ 947 മറ്റുമാണ് ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ചതെങ്കിൽ 1500 കൊല്ലം മുമ്പ് മനുഷ്യാവകാശ ചാർട്ടർ ലോകത്തോട് പ്രഖ്യാപിച്ച പ്രവാചകൻ പറഞ്ഞത്
പറഞ്ഞതാണ്, ജൂതന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ ഒരു ഉമ്മത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിൽ ജൂതന്മാരുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണ് ആദ്യമായി ചെയ്ത പ്രവൃത്തിയെങ്കിൽ, അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക, തന്നെയും അനുയായികളെയും എപ്പോഴേക്കയച്ച ഒന്നൊടുക്കിയ ആ ശത്രുക്കളെ മക്ക വിജയത്തിന്റെ ദിവസത്തിൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്കിതാ മാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കൂടുതൽ രക്തം ചിന്താതെ കഅബാലയത്തെ കീഴടക്കി ഇസ്ലാമികമായ പതാക പാലിപ്പിക്കുന്ന ഒരു മഹത്തായ ചരിത്രമാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ, ഇങ്ങനെ ചരിത്രത്തിന്റെ താളുകൾ മറിച്ച് സംഭവങ്ങളിലേക്ക് പോയാൽ ഈ വിശാലമായ ഒരു വീക്ഷണം കാണാം. അതുകൊണ്ട് മതസഹിഷ്ണുത പോരാ, മതസൗഹാർദ്ദം നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഇത് എത്രായിരം പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ കയറുന്നില്ല. വാർത്ത വായിക്കുമ്പോൾ പണ്ട് പറയും, നിങ്ങൾ കേൾക്കുന്ന വാർത്ത ആകാശവാണിയിൽ നിന്ന് ഇടയ്ക്ക് പറയും, നമുക്കറിയാത്തതുകൊണ്ടാണ്. പക്ഷെ വാർത്തകൾക്കില്ലല്ലോ, ഇപ്പൊ ആ കാലം കഴിഞ്ഞു. പണ്ടുണ്ടായിരുന്നു, പണ്ട് റേഡിയോ ഉണ്ട്, ആകാശവാണി കേൾക്കാതിരിക്കലൊരു വിമർശനം. അപ്പൊ വാർത്ത പ്രധാന വാർത്തകൾ പറഞ്ഞിട്ട് വീണ്ടും പറയും, നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് എന്ന് പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ചോളം എത്രയോ പ്ലഡ്ജ് 14 കൊല്ലം 1000 പ്രാവശ്യം നാഷണൽ പ്ലഡ്ജ്, ദേശീയമായ ഇന്ത്യ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളും രാവിലെ പഠിക്കാൻ നേരം ഉണ്ടാക്കിയാലും NCERT രൂപീകരിച്ചാലും ഒന്നാമത്തെ പേജിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഈ നാഷണൽ പ്ലഡ്ജ, ഈ പ്രതിജ്ഞ. ഇന്ത്യ എന്ന നാടാണ്, എല്ലാ ഇന്ത്യക്കാരും ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഈ ബോധം ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരൊറ്റ വരി, ഇന്ത്യക്കാരായ എല്ലാവരും എന്റെ സഹോദരി സഹോദരൻ ഗൗരവമുള്ള വാക്കല്ലേ? ഈ ഒരു ബോധം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതുപോലെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടന പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഈ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് രാഷ്ട്രം, സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രസി എന്ന് പറയുന്ന ഈ വിശാലമായ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കാൻ ശ്രമിച്ചാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയും. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, എന്റെ പ്രസംഗം മനഃപൂർവ്വം ഞാൻ ചുരുക്കുകയാണ്. കാരണം ഇവിടെ മനോഹരമായ വിദ്യാർത്ഥികളുടെ ഒരു ഹാസ്യ നാടകങ്ങൾ കാണാൻ കഴിഞ്ഞു. അത് വളരെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവ് വികസിക്കും വേണ്ടിയാണ്. ഞങ്ങള് പ്രഗത്ഭരും പ്രശസ്തരും പ്രായം ചെന്നവരൊക്കെയായ അനുഭവസമ്പന്നമായ വലിയൊരു സദസ്സിന്റെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് അറയ്ക്കാതെ മറയ്ക്കാതെ ധൈര്യത്തോടു കൂടി ആ കുട്ടികൾ പ്രകടനം നടത്തിയതിനാണ് ഞാൻ മാർക്ക് കൊടുക്കുന്നത്. കാരണം ടീച്ചറാക്കിയിട്ടുണ്ട്, ടീച്ചർക്കുണ്ടായിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. പലരും സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉറക്കാറുണ്ട്. ലപ്പഭവനം പോലെ മറ്റേ അൾഷിമേഴ്സ് ബാധിച്ചവരെ പോലെയാണ് ഇപ്പോൾ പിടിച്ചത്. സ്റ്റേജിന്റെ മുകളിൽ താമസം ഇങ്ങനെ കൈകാര്യം ഇങ്ങനെ പറയുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇങ്ങനെയുള്ള കുറെ വേദികൾ നിങ്ങൾ ഇവിടെ, ഞാൻ പറയുന്നത് 2 മാസം തോറും ഓരോ കലാപരിപാടി നടക്കുന്നതാണ്. അങ്ങനെ മനോഹരമായ നിങ്ങള് നല്ല മനോഹരമായി അവതരിപ്പിച്ചു. അപ്പം ലൈറ്റ് സൗണ്ടിന്റെ ഈ രംഗം അല്പം പോലെയൊക്കെ ഉണ്ടായുള്ളൂ. പരിപാടി അത്യുഗ്രനായിരുന്നു എന്ന്, കാരണം നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യണം. നിങ്ങളെ അതിനുവേണ്ടി പറഞ്ഞല്ല, ഉള്ളത് തന്നെയാണ്. ഇല്ലേ പറയും, നമ്മൾ സാധാരണ കുട്ടികളെ ഇപ്പൊ തെറ്റ് എന്ന് പറയാൻ പാടില്ലല്ലോ. ഒരു കുട്ടി തെറ്റെഴുതിയാലും ആ നോക്കിയിട്ട് മോനെ തെറ്റാണെന്ന് പറയാൻ പാടില്ല. ഇപ്പോഴത്തെ എഡിറ്റിംഗ് എങ്ങനെയാണ്, ഒരുപാട് എഡിറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പഠിപ്പിക്കും. അപ്പൊ കുട്ടി എഴുതിയ ശരി തന്നെയാണ്. കുട്ടി ഈശ്വരന് വാസ് എഴുതിയാൽ, വാസറന് വേറെ എഴുതിയാൽ കുട്ടി ശരി തന്നെയാണ്. പിന്നെ ശരിയായ രൂപം എന്തായിരിക്കണം? അധ്യാപകൻ അതിന്റെ ഐഡിയൽ മോഡൽ അധ്യാപകൻ എപ്പോഴും ചെയ്യണം, പ്രദർശിപ്പിക്കുകയും അധ്യാപകൻ ഈ ഈസ് പറയുന്നത് ഈസാണെങ്കിൽ ആ ഈസ് വരുന്ന വാചകങ്ങളെ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് കുട്ടിയെ അത് ഉറപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ കുട്ടിയെ ഒരിക്കലും തെറ്റെന്ന് പറയാൻ പാടില്ല. അപ്പൊ മാർക്കും അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ മെന്റൽ പ്രോസസ് നടന്നിട്ടുണ്ട്. അപ്പൊ 4 മാർക്ക് 2 മാർക്ക് കിട്ടുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ എത്ര കൊടുക്കണം? 2 മാർക്ക് കൊടുക്കണം 4-ല്. കാരണം എന്താണ്? മെന്റൽ പ്രോസസ് നടന്നു. ഇനി ഉത്തരം കൂടെ ഉണ്ടെങ്കിൽ 2 4 കൊടുത്തേക്കണം. അപ്പൊ ഒന്നും പഠിക്കാത്ത കുട്ടിയും എന്താവും? ജയിക്കും. ആത്മഹത്യയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പൊ എഴുത്തിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നവരാണ്, നിങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തില് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, ഒരുപാട് വൈകല്യങ്ങളുണ്ട്. നിങ്ങൾ വിമർശന ബുദ്ധി അതൊക്കെ പഠിക്കുകയും ചിന്തയുണ്ട്. നിങ്ങള് ദൈവത്തെ പോലെയാണ്. ദൈവം ഗോഡ് ജനറേറ്റർ, സൃഷ്ടിക്കുന്നതാണ് അല്ലെ, ജനറേറ്റ് ചെയ്യണം. നിങ്ങൾ ഐഡിയ ജനറേറ്റ് ചെയ്യണം. നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത്. അതൊരു ഓർഗനൈസർ. നിങ്ങൾ സ്കൂളിനെ ഓർഗനൈസ് ചെയ്യണം. സംവിധായകനാണ്. സൃഷ്ടിസ്ഥിതി സംഹാരം, അതുപോലെ ഡെമോളിഷ് ചെയ്താണ്, ഇല്ലായ്മ.
ഇല്ലായ്മ ചെയ്യണം. കുട്ടികളെ ദുശ്ശീലങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യണം. അപ്പൊ ഗോഡ് എന്ന് പറയുന്ന GOD എന്ന് പറയുന്ന ജനറേറ്റർ, ഓർഗനൈസർ, ഡിമോൾസർ എന്ന് പറയുന്ന ഗുണങ്ങളെല്ലാം ഒരു അധ്യാപകനായ നമ്മൾ സമ്മേളിപ്പിച്ച് ദൈവം എന്ന വരദാനമാണ് വിജ്ഞാനം എന്ന് കരുതി ആ കർമ്മം നിർവഹിക്കാൻ വളരെ വിശുദ്ധമായ ഒരു കർമ്മത്തിലേക്ക് ഒരു തലമുറയെ വാർത്തെടുക്കുക. ബാക്കി എല്ലാവരും മെഷീൻ നന്നാക്കുന്ന റിപ്പയറും ഓപ്പറേഷനും എഞ്ചിനീയറും ഒക്കെയാണ്. നമ്മൾ ജീവിക്കുന്ന, ചിന്തിക്കുന്ന, ഇങ്ങോട്ട് പോകാൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകണം തോന്നുന്ന ഒരു ജീവികളാണ്. അടുത്ത തലമുറയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ വളരെ സർവായുധ വിഭൂഷിതരായി വേണം രണ്ടാം ഗണത്തിലേക്ക് കാലത്ത് വെക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങുന്ന തിന്നുന്ന പൈസ അനുവദനീയമാവുള്ളൂ, നല്ലതാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു മോശമായ പ്രവൃത്തിയായി പോകും. സർവേശ്വരൻ നിങ്ങളെ നല്ല മാതൃകാധ്യാപകരായി ശോഭിക്കാൻ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി ഞാൻ കഥകളിലേക്കും ചരിത്രങ്ങളിലേക്കും എല്ലാം കടന്നാൽ വളരെ നീണ്ടുപോകും. നമ്മുടെ ബഹുമാനരായ അതിഥികളെ ഇരുത്തി ഇത്രയും സമയം എടുത്തു തന്നെ ഒരു ഭംഗിയായിട്ട് തോന്നുന്നില്ല. എങ്കിലും ടീച്ചറുടെ നിർബന്ധം കൊണ്ട് അല്പം നേരത്തെ സംസാരിച്ചതാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുമാറാകട്ടെ. ഈ സ്ഥാപനത്തെ പുരോഗതിയിൽ നയിക്കുവാൻ ഇതിന്റെ പ്രവർത്തകർക്കും പ്രായം ചെന്ന ആളുകളാണ്, അവർക്ക് ആരോഗ്യം നൽകട്ടെ. ഓരോ തലമുറകളും നിങ്ങൾക്ക് കോളേജിനെ കുറിച്ച് പഠിക്കാൻ പറയാൻ നിങ്ങൾക്ക് 1000 നാക്കുണ്ടാകണം. നല്ല കോളേജാണ്, നല്ല കോളേജാണ്. ഇവിടെ ഇടിച്ച് കേരളം ആളുകൾ ഒരുപാട് ഇന്റഗ്രേറ്റഡ് ഡിഗ്രിക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കോടിക്കണക്കിന് രൂപ വരുന്ന ബിൽഡിങ്ങുകളെല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജാമ്യസ്ഥാപികാത്തിന്റെ പേരും പ്രശസ്തിയും നിങ്ങളോട് ഉണ്ടാകണം. നല്ല മാതൃകാധ്യാപകരായി പരിണമിക്കാൻ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ടീച്ചർ, സഹപ്രവർത്തകർ എല്ലാവരെയും പേരെന്ന് പറയാൻ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് എല്ലാവർക്കും സർവ്വ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് 2 വാക്കുകളുടെ സംസാരിക്കുവാൻ അവസരം നിങ്ങളെ വീണ്ടും വീണ്ടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ആശംസ അറിയിക്കാനായി നമ്മുടെ ട്രസ്റ്റ് മെമ്പറായ ഫസ്റ്റുദ്ദീൻ ടോമിൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ ഈ കോളേജിന്റെ ചെയർമാൻ ജലാലുദ്ദീൻ മൗലവി, യൂണിയൻ ചെയർമാൻ അഖയാം സജീവ്, വളരെ നല്ല ഒരു പ്രസംഗം ഇവിടെ കാഴ്ചവെച്ച ചന്ദനത്തോപ്പ് ഉസ്താദ്, വളരെ ബഹുമാനരായ പ്രിൻസിപ്പൽ, ട്രസ്റ്റ് മെമ്പേഴ്സ്, അധ്യാപക, പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. വളരെ നല്ല ഒരു ഫംഗ്ഷനാണ് പങ്കെടുത്തത്. കാര്യം ആദ്യത്തെ സ്ക്രിപ്റ്റ് കണ്ടു. പ്രിൻസിപ്പളിന് ഒരു ഡൗട്ട് എന്തോ ഉണ്ടെന്ന് തോന്നി സംസാരിച്ചപ്പോൾ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത്തരം സ്ക്രിപ്റ്റുകൾ വളരെ നന്നായി അവതരിപ്പിക്കുകയും അത് സമൂഹത്തിൽ വീണ്ടും വീണ്ടും കാണിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് പ്രിൻസിപ്പളിന് അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമേ ഇല്ല. ലോകം വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു 10,000-15,000 വർഷം മുമ്പാണ് ലോകത്ത് മനുഷ്യവാസത്തിന്റെ തെളിവുകൾ കണ്ടെടുത്തിട്ടുള്ളത്. അത് ഇസ്രായേലിലാണ്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ട് ലോക ചരിത്രം പരിശോധിച്ചാൽ എവിടെയാണോ അമിതമായ മത വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവിടെയെല്ലാം കലാപങ്ങളും വൻ ജീവഹാനിയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഇപ്പം പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ സോഷ്യൽ എഞ്ചിനീയേഴ്സ് തന്നെയാണ്. ഞാനും ഒരു സ്കൂളിൻ്റെ മാനേജറാണ്, തൊടുപുഴയിൽ നമ്മുടെ ട്രസ്റ്റാണ്. അപ്പോൾ അവിടെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഭാവിയിൽ ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. നമ്മുടെ ഉസ്താദ് പറഞ്ഞതുപോലെ അവരെ എല്ലാം നന്മ പഠിപ്പിക്കുക,
മതം പറഞ്ഞ് മാറ്റി നിർത്താതിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രഥമമായ ലക്ഷ്യം. ഒപ്പം തന്നെ അവരെ സംരംഭക മേഖലയിലേക്ക് കൊണ്ടുവരാൻ കാര്യം ഞങ്ങളൊക്കെ സംരംഭക മേഖല പരമാവധി ഒരു മിനിമം അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്, നിങ്ങൾ വളർന്നു വരുമ്പോൾ ഒരു അധ്യാപക അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആകുന്നതിനുപരിയായി 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങുവാനുള്ള ശ്രമങ്ങൾ കൂടെ നിങ്ങളുടെ ഭാഗത്ത് നടത്താം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണം. ഇവിടെ വളരെ വിശദമായ പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. തുച്ഛമായ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്തു പ്രഗത്ഭനായ പണ്ഡിതനായ ചന്ദ്രപ്രഭു മൗലവി. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും തന്നെ പറയുന്നില്ല. ഇന്നത്തെ സ്കിപ്പ് നടത്തിയ വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിന് ശ്രദ്ധിക്കേണ്ട ഒന്നുകൂടെ നമ്മളിവിടെ കണ്ടു, അച്ഛനായാലും പൂജാരിയായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാൾ തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. അച്ഛനായാലും പൂജാരിയായാലും മൗലവിയായാലും ഏത് മതത്തിലുള്ള ആളായാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ആത്മാർത്ഥമാണെങ്കിൽ അത് ഫലിക്കും. അത് ശാസ്ത്രമാണ്, അത് മതമല്ല, അത് പ്രൂവഡാണ്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക. ഏത് മതത്തിലായാലും മതമില്ലാത്തവരായാലും ആ പ്രാർത്ഥനകളിലൂടെ നമുക്ക് വിജയം കണ്ടെത്താൻ ശ്രമിക്കണം. ആ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. അടുത്തതായി പ്രസ് മെമ്പറായ താജുദ്ദീൻ തോപ്പിൽ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. അധ്യക്ഷൻ ഖയാൽ സജീവ്, അതുപോലെ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ഷാർമില നസീർ, ട്രസ്റ്റ് ചെയർമാൻ ജനാബ് ജലാലുദ്ദീൻ മൗലവി അവർ, അതുപോലെ ഇവിടെ ഉഗ്രമായ ഒരു പ്രഭാഷണം കാഴ്ചവെച്ച ചന്ദ്രത്തിപ്പോ ശിഹാബുദ്ദീൻ മൗലവി, മുബാറക്ക്, സലീം, ഫസലുദ്ദീൻ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഞാൻ ഇവിടെ വന്ന് കയറിയത് മുതൽ ഒരു വല്ലാത്ത അനുഭൂതി അനുഭവിച്ചുകൊണ്ടാണ് ഇരുന്നത്. മത സൗഹാർദ്ദ അഥവാ സാമുദായിക സൗഹാർദ്ദ ആഘോഷത്തിൽ 100% പങ്കെടുത്തു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു. ഇവിടെ അവതരിപ്പിച്ച കലാപരിപാടികളും, അതുപോലെ തന്നെ ആദ്യമായി 3 കുട്ടികൾ ഈ സ്റ്റേജിൽ നിന്ന് ഒരു പ്രാർത്ഥന ഗീതം ആലപിക്കുകയുണ്ടായി. ലോകോ സമസ്ത എന്ന് തുടങ്ങുന്ന ആ ഗാനം പാടിയത് എനിക്ക് തോന്നുന്ന ഒന്ന് ഒരു മുസ്ലിം കുട്ടിയാണ്, രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഒരു ഹിന്ദു കുട്ടിയാണ്, മൂന്നാമത്തെ ആൾ ക്രിസ്ത്യാനിയാണെന്ന് തോന്നി. അപ്പൊ 3 മതത്തിലുള്ള 3 പേര് ചേർന്നുകൊണ്ട് ആലപിച്ച ആ പ്രാർത്ഥന, അത് തന്നെ ഒരു മഹത്തായ ഉദാഹരണം, മഹത്തായ ഒരു സന്ദേശമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയത്, എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നമുക്കറിയാം, തട്ടമിട്ടവരും തട്ടമിടാത്തവരും മുസ്ലിം ഇവിടെ കേരളത്തിൽ പ്രധാനമായിട്ട് 3 മതങ്ങളാണ്: ക്രിസ്തു മതം, ഇസ്ലാം മതം, ഹിന്ദു മതം. ഇവിടെ ജൈനമതവും ബുദ്ധമതവും ജൂതമതവും ഒന്നും ഇവിടെ കേരളത്തിലില്ല. അപ്പൊ ഇവിടെയുള്ള ഈ 3 മതസ്ഥരും ഒരേ ബെഞ്ചിൽ അന്യോന്യം കാര്യങ്ങൾ പങ്കുവെച്ച് ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ്. ഇന്ന് ഇവിടെ ഒരുക്കിയ ഈ ആഘോഷ വിരുന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രിൻസിപ്പാൾ അവരുടെ മനസ്സിൽ നിന്നും വന്ന ഒരു സന്ദേശമാണ്. 100% പങ്കെടുത്തു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു. ഇവിടെ 100% പങ്കെടുത്തു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു. 100% പങ്കെടുത്തു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു.
ഒരു ലക്ഷ്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ മതസൗഹാർദ്ദം അല്ലെങ്കിൽ സാമുദായിക സൗഹാർദ്ദം എങ്ങനെ നിലനിർത്താം എന്നതിന് ഉദാഹരണമായി തന്നെ ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. കലാപരിപാടികളും കുട്ടികളെ കൊണ്ട് അവതരിപ്പിച്ചു. എല്ലാത്തിനും അവരോട് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുന്നു. ഇന്നലെ തന്നെ ഈയിടയ്ക്ക് ഒരു TV, അതായത് നമ്മൾ ഏറ്റവും വലിയ ഒരു ചാനലായ ഒരു TV-യിൽ വന്ന എന്തോ അതിനകത്ത് ഒരു കുട്ടികളുമായുള്ള ചർച്ച. ഈ ചർച്ചയിൽ ഒരു പെൺകുട്ടി, കോളേജ് കുട്ടിയാണ്, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു 5-6 പേരുണ്ട്. ഏഷ്യാനെറ്റ് ആണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു കുട്ടി പറയുന്നു, ഇസ്ലാമിലെ കുറെ നിയമങ്ങൾ മാറ്റണം. അപ്പൊ ഏഷ്യാനെറ്റിലെ എന്തൊക്കെ നിയമങ്ങളാണ് മാറ്റേണ്ടത്? അത് തലയിൽ തുണിയിടുന്ന ആ നിയമം ഒന്ന് മാറ്റണം, എന്നാലേ ഇസ്ലാം അത് ഇന്ത്യയിൽ രക്ഷപ്പെട്ട് പോകത്തുള്ളൂ. ആ കുട്ടി ചോദിച്ചോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ പല മതത്തിലുള്ളവരാണ്. ഒരു മതവും ഒരാളെയും ഒന്നും നിർബന്ധിക്കുന്നില്ല. ഇന്നത് തന്നെ ചെയ്യണം നിർബന്ധിച്ച് ഏൽപ്പിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. മതത്തിൻ്റെതായ ഒരു ആചാരങ്ങളും മാറ്റാൻ നമ്മൾ നിൽക്കണ്ട. മറിച്ച് നമുക്ക് ഇഷ്ടമുള്ള മതത്തിലേക്ക് ചേരുക, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആചാരങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു കുട്ടിക്ക് തുണി തലയുടെ ഇഷ്ടമില്ലണ്ട, ഒരു മതം അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ. യഥാർത്ഥത്തില് ആ ഒരു സാഹചര്യം നമ്മുടെ ചന്ദ്രത്തോപ്പ് ഷാവതി പോലെയും അതേപോലെ ജലാറ്റി പോലെയും ചോദിച്ചാൽ മനസ്സിലാകും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ആ കഅബയിൽ 300-ലധികം വിഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 300 വിഗ്രഹങ്ങളുടെ മുന്നിലും വൈകുന്നേരങ്ങളിൽ സ്ത്രീകൾ ഓരോ നറുക്കെടുക്കും, ഓരോ പേര് കൊടുക്കും. അവർ വന്ന് നഗ്ന നൃത്തം ചെയ്യണം. ഇതാണ് അവിടുത്തെ ആചാരം. കഅബ ശരീഫിലെ ആചാരമാണ്. നബിക്ക് മുമ്പ്, നബിയുടെ ഇസ്ലാം മത പ്രബോധനത്തിന് മുമ്പ്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വസ്ത്രം ഇടുന്നതിന് പോലും വിലക്കുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ് നബി പറഞ്ഞത്, സ്ത്രീകളെ സംരക്ഷിക്കണം, സ്ത്രീകളുടെ അഭിമാനത്തെ സംരക്ഷിക്കണം, അവര് കൃത്യമായി നല്ല രീതിയിൽ വസ്ത്രം ചെയ്യണം, അവര് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ മറയ്ക്കണം, അവരിങ്ങനെ നഗ്നതാണ്ഡവം ആടേണ്ടവരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകളുടെ ആ ഒരു അന്തസ്സിനെയും പദവിയെയും ഉയർത്തി കാണിക്കലാണ് ചെയ്തത്. ഇനിയിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അതിന്റെ കോലാഹലം. ഒരു മതവും ഒരു മതത്തിലേക്ക് നിർബന്ധിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നില്ല. അപ്പം തലയിൽ തട്ടം ഇട്ടാലും സൗന്ദര്യമുണ്ട്, തട്ടം ഇട്ടില്ലെങ്കിലും സൗന്ദര്യമുണ്ട്, വസ്ത്രം ധരിച്ചാലും സൗന്ദര്യമുണ്ട്, വസ്ത്രം ധരിച്ചില്ലെങ്കിലും സൗന്ദര്യമുണ്ട്. അതെല്ലാം പല തരത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, സിലബസിന് അതീതമായി അധ്യാപകരാകുന്ന നിങ്ങൾക്കൊരു കർത്തവ്യവും ഒരു ബാധ്യതയും ഉണ്ട്. അത് നമ്മുടെ ചന്ദ്രത്തോപ്പ് ശിഹാബുദ്ദീൻ സാർ അവർ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു ഉത്തമ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ദൗത്യം, എന്നുള്ള ഒരു ബാധ്യത അധ്യാപകരായ നിങ്ങൾ ഓരോരുത്തരുമാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ. ഇവിടെ ഒരു രാഷ്ട്രീയ സംഘടനകൾക്കും അല്ലെങ്കിൽ ഒരു വിദ്യാലയങ്ങൾക്കും അല്ലെങ്കിൽ ഒരു പള്ളിക്കോ അല്ലെങ്കിൽ ഒരു ചർച്ചിനോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനോ ഇതിന് സാധിക്കില്ല. സാധിക്കുന്നത് അധ്യാപകരായ നിങ്ങൾക്ക്. ഇവിടെ ആർക്ക് വേണ്ടിയാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ചർച്ച ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മളൊക്കെ പള്ളിയിലും ക്ഷേത്രത്തിലും ചർച്ചിലും ഒക്കെ പോകുന്നവരാണ്. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമ്മൾ സ്ഥിരമായി പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രത്തിൽ പോകുന്നവരും ആരെയാണ് കാണുന്നത്? നമ്മൾ കാണുന്നത് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർ വന്ന് തൊഴുതും പ്രാർത്ഥിച്ച് നിസ്കരിച്ച് പോകുന്നതാണ് കാണുന്നത്. അവര് മാത്രമല്ല ഇവിടെ ഉള്ളത്. എപ്പോഴും കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തെളിയും വിളിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആഭാസമാണ് ഒരു ഭാഗം.
മറുഭാഗത്ത് സാധാരണ ജനങ്ങൾ, നമ്മളെ പോലെയുള്ള പള്ളിയിലും ക്ഷേത്രത്തിലും അമ്പലത്തിലൊക്കെ പോകുന്ന ജനങ്ങൾ. ഇനി ഒരു ജനതയുണ്ട്, ഇവർക്ക് അമ്പലവും ക്ഷേത്രവും പള്ളിയിലൊന്നും അവർ പോകത്തില്ല. അവരാരാണ്? മുസ്ലിങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, ഉസ്താദിനറിയാം, സാഹിദീങ്ങൾ എന്ന് പറയും. സാഹിദീങ്ങൾ, ഇഹലോക വിദഗ്ധി ഉള്ള ചിന്തിച്ചവർ. അവര് കുറെ നമസ്കരിച്ച്, കുറെ നോമ്പ് പിടിച്ച്, കുറെ ഹജ്ജ് ചെയ്ത്, കുറെ ഇബാദത്തൊക്കെ ചെയ്ത് നിറഞ്ഞ കൂടി 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 തലയ്ക്ക് ഒരു ഇതായി അങ്ങ് മുകളിലോട്ട് അങ്ങ് ഉയർന്ന് ഏതുപോലെ പോകുന്നവർ ജാഹിദീകൾ എന്ന് പറയും. അവർക്ക് പള്ളിയൊന്നും നിർബന്ധമില്ല, അവർ പള്ളിയൊന്നും പോകില്ല. അവരെവിടെയാണ് പോകുന്നത്? അവർ വനാന്തരത്തിൽ പോകും. ഏതെങ്കിലും പാറയുടെ മണ്ടയിലോ താഴെയിലോ മരച്ചെരുവിലോ വൃക്ഷത്തിന് ചുവടിലോ ഒരു ചെറിയ ചായപ്പൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് മന്ത്രോച്ചാരണങ്ങളും ആരാധനകളും ദിക്റുകളും ദുആയൊക്കെ ആയിട്ട് അവരവിടെ ഇരിക്കും. അവരെ നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കാണാൻ പറ്റും. ഹിന്ദു മതത്തിലോ സന്യാസിമാർ ആരെങ്കിലും ഇവിടെ പോകുന്നുണ്ടോ? പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടോ? അവർ പോകുന്നതിന്റെ സന്യാസം എവിടെയാണ്? ഏതെങ്കിലും മലകളിൽ, ഏതെങ്കിലും വനാന്തരങ്ങളിൽ. അവിടെയാണ് അവരുടെ താവളം, സന്യാസിമാരുടെ താവളം. ഏതെങ്കിലും മാർപ്പാപ്പമാര് കുമ്പസരിക്കാൻ പോകുന്നുണ്ടോ? പോകത്തില്ല. അവർ അരമനയിൽ ഒതുങ്ങിയിരിക്കുകയുള്ളൂ. കുമ്പസരിക്കുന്ന ആരാണ്? സാധാരണ ക്രൈസ്തവർ, സാധാരണ മനുഷ്യരാണ് കുമ്പസരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ 3 തരക്കാരാണ് നമുക്കുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ദൗത്യം ഈ 3 തരക്കാരും നിങ്ങളിലുള്ളവരാണ്. 3ാമത്തെ തരക്കാരൻ നിങ്ങൾക്ക് കിട്ടത്തില്ല, അതൊന്ന് പോയവരാണ്. ബാക്കി 2 തരക്കാർ, ഈ താഴെപ്പടയിലുള്ള പള്ളിയിൽ പോവാത്ത അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നും എല്ലാവിധ അധർമ്മത്തിന്റെയും ഉടമസ്ഥാവകാശം ഏറ്റെടുത്തവരാണ്. അപ്പൊ കുട്ടികളെ നല്ല നിലയിൽ വളർത്തി, അതായത് സിലബസിന് അതീതമായി, ഞാൻ പറഞ്ഞെന്താണ്, സിലബസ് മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഒരു കുട്ടി വന്നാൽ നിങ്ങൾ കൊടുക്കേണ്ടത് സിലബസിന് അതീതമായ വിജ്ഞാനം കൊടുക്കണം. അവിടെ നിങ്ങൾ ആ സിലബസ് പറയില്ല. നിങ്ങൾ കുട്ടികൾക്ക് മദ്യവും മയക്കുമരുന്നും മറ്റുമൊക്കെ ഉള്ളതിന് ക്ലാസ് കൊടുക്കാനും ചിലപ്പോൾ സിലബസിൽ കാണത്തില്ല. പക്ഷെ അത് കൊടുക്കണം. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ MDMA-യും കഞ്ചാവും മദ്യവും ഒക്കെ എന്തുമാത്രം സ്വാധീനമാണ് ഇന്നത്തെ ജനതയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇതൊക്കെ മാറ്റിയെടുക്കാൻ, നല്ലൊരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കാൻ നിങ്ങൾ പര്യാപ്തരാകണം. നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട്, എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അറിയിക്കാനായി ഡോക്ടർ മുഹമ്മദ് അൻവർ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു കാലത്ത് നല്ല വ്യക്തിത്വമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സാംസ്കാരികമായി ഉയർന്ന വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനെ നിർമ്മിക്കാൻ മരണചിന്ത കൊണ്ടല്ലാതെ സാധിക്കും. 15ഓളം കോഴ്സുകൾ പഠിച്ചപ്പോൾ അവിടെ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്, മതങ്ങൾ കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ നന്നാകുന്നവർ വളരെ കുറവായിരിക്കും.
അതേസമയം മരണചിന്ത അത് മനുഷ്യനെന്നുള്ളത്, മരിക്കും എന്നുള്ള ഒരു ബോധം. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മൗതി വാഇദ, മരണം തന്നെ ഏറ്റവും മതിയായ ഉപദേശം. അത് ഏത് ജാതിക്കാരായാലും, ഏത് മതക്കാരായാലും, ഏത് ദേശക്കാരായാലും, ഏത് വംശക്കാരായാലും എല്ലാവർക്കും നന്നാകാൻ ഇനിയുള്ള കാലത്ത് മരണചിന്ത എമ്പാടുമാണ്. ഇന്ന് ഉപദേശങ്ങൾക്കൊരു കുറവില്ല. എല്ലാവരും ഉപദേശിക്കണം. മക്കളെയൊക്കെ ഉപദേശിക്കുന്നുണ്ട്, ശിഷ്യന്മാരെ ഉപദേശിക്കുന്നുണ്ട്, ഇണകളെ ഉപദേശിക്കുന്നുണ്ട്, സഹോദരങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. ഉപദേശങ്ങൾക്കൊന്നും ഒരു കുറവില്ല. പക്ഷേ മൂല്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെയേറെ പ്രയാസകരമായ ഒരു കാഴ്ചയാണ്. അവിടെയൊക്കെയാണ് മരണം, ഓരോ മരണങ്ങൾ. ഇപ്പൊ ഈ ആഴ്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്ന 2 വ്യക്തിത്വങ്ങളെ